4 സുവിശേഷങ്ങളുള്ള തിരുവെഴുത്തിലെ വേറിട്ടു നിൽക്കുന്ന ഒരു സുവിശേഷം, അതാണ് 4-ാം സുവിശേഷം. മറ്റു 3 ആളുകൾ പറഞ്ഞ മൂല്യവത്തായ പലതും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇല്ല. ഉദാഹരണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ജനനം ഇതിൽ ഇല്ല. യേശുവുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന മാതാപിതാക്കളുടെ സഹനവും ഈജിപ്തിൽ വളരുന്ന യേശുവിനെക്കുറിച്ചും ഈ സുവിശേഷത്തിലില്ല. 12 വയസ്സുള്ള യേശു കർത്താവ് ദേവാലയത്തിൽ നിന്ന് സമ്പാദിക്കുന്ന ആ രംഗവും, അങ്ങനെ ശാസ്ത്രിമാരും പരീശന്മാരും താർക്കികന്മാരൊക്കെ മുട്ടുമടക്കുന്ന ആ സംവാദവേദിയെക്കുറിച്ചും ഇതിലില്ല. കൂടാതെ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ മറ്റ് 4 പേരും പറയുന്ന നിലയിൽ യോഹന്നാൻ വിവരിക്കുന്നുമില്ല. യോഹന്നാൻ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ ആകെ എഴുതിയത് 8 എണ്ണമാണ്. 8 അത്ഭുതങ്ങൾ തൻ്റെ സുവിശേഷത്തിൽ വിശദീകരിക്കുമെങ്കിലും യോഹന്നാൻ അതിനെ അത്ഭുതമെന്നും വിളിച്ചില്ല. ഒരു പരിഭാഷയിലും അത്ഭുതമെന്നൊരു പദമില്ല ഈ സുവിശേഷത്തിൽ. മറിച്ച് യോഹന്നാൻ വിളിച്ചു അടയാളം അല്ലെങ്കിൽ പ്രവൃത്തി. ഇതര സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ഉപമകളുണ്ട്. 4-ാം സുവിശേഷത്തിലാകട്ടെ ഉപമകളുമില്ല. അതുകൊണ്ട് ഞാൻ പറയും ഉപമകളില്ലാത്ത സുവിശേഷം. അത് നിങ്ങളത്ര കണ്ട് ഉൾക്കൊള്ളൂല്ല അതെനിക്കറിയാം. കാരണം ഇതിലുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഇത് ഉപമല്ലേ? ഞാൻ പറയും ഉപമയല്ല. ഉപമയാകാൻ ഭാഷാവിജ്ഞാനീയത്തിൽ വിലപിടിപ്പുള്ളൊരു പദം വേണം. പോലെ, ലൈക്ക്. ആ ലൈക്ക്നെസ് വ്യക്തമാക്കണം. ഞാൻ മുന്തിരിവള്ളി പോലെ എന്നല്ല, ഞാനാണ് ഈ മുന്തിരിവള്ളി. ഞാൻ വാതിൽ പോലെ എന്നല്ല, ഞാനാണ് വാതിൽ. ഞാൻ ജീവൻ്റെ അപ്പം പോലെ എന്നല്ല, ഞാനാണ് ഈ ജീവൻ്റെ അപ്പം. ഈ ശൈലി യോഹന്നാനിലേ ഉള്ളൂ. അയാം സെയിങ്സ് 7 അയാം സെയിങ്സ് ഉണ്ട്. അത് 7 എണ്ണവും പറയുന്നത് യോഹന്നാൻ. തീർന്നില്ല. മറ്റ് 3 ആളുകൾ പറഞ്ഞ വിലപിടിപ്പുള്ള പലതും വിട്ടുകളഞ്ഞ യോഹന്നാൻ മറ്റ് 3 ആളുകളും കാണാത്ത ചിലതിനെ കണ്ടു. മറ്റ് 3 ആളുകളുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ചിലതിനെ യോഹന്നാൻ കണ്ടു. എന്തൊക്കെ? യോഹന്നാനാണ് കാനാവിലെ കല്യാണം നമ്മോട് വിശദീകരിച്ചത്. അത് മറ്റാരും പറഞ്ഞില്ല. യോഹന്നാനാണ് നിക്കോദിമോസിനെ നമ്മെ പരിചയപ്പെടുത്തിയത്. മറ്റാരും പറഞ്ഞില്ല. യോഹന്നാനാണ് ശമര്യ സ്ത്രീയെക്കുറിച്ച് നമ്മോട് പറഞ്ഞത്. മറ്റാരും പറഞ്ഞില്ല. യോഹന്നാനാണ് ലാസർ ഉയർത്തതിനെക്കുറിച്ച് പറഞ്ഞത്. മറ്റാരും പറഞ്ഞില്ല. അങ്ങനെ യോഹന്നാൻ മാത്രം പറയുന്ന ചിലത്. ഒന്നൂരി പറഞ്ഞ ഇവിടം വിടാം. ഈ സുവിശേഷത്തിൽ യോഹന്നാൻ തിരുപ്പിറവി സംഭവം വിശദീകരിക്കണില്ല. യേശുവിൻ്റെ താർക്കിക പാഠവത്വം വിശദീകരിക്കുന്നില്ല. അത്ഭുതങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. ഉപമകൾ കാര്യമായി ഉദ്ധരിക്കുന്നില്ല. ഉപമകൾ ഉദ്ധരിക്കാത്ത, അത്ഭുതങ്ങൾ കാര്യമായി പരാമർശിക്കാത്ത മറ്റു 4 ആളുകളുടെയും വീക്ഷണഗതികൾ പുലർത്താത്ത യോഹന്നാൻ ഒരു കാര്യം പറയാൻ
മറ്റാരെക്കാളും ആവേശഭരിതനായി. മറ്റു 3 ആളുകളും കാണാത്ത ഗൗരവത്തിൽ, മറ്റു 3 ആളുകളിലും വിഭിന്നനായി ഒരു കാര്യം പറയാൻ ആവേശം കാട്ടി. എന്തായിരുന്നു അക്കാര്യം? നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി മുതൽ ക്രൂശിച്ച പകൽ വരെയുള്ള സംഭവങ്ങൾ വിശദീകരിക്കാൻ യോഹന്നാൻ ചിലവഴിച്ചത് 7 അധ്യായങ്ങൾ. 21 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ 1/3 ഭാഗം വേർതിരിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി മുതൽ ക്രൂശിച്ച പകൽ വരെയുള്ള സംഭവങ്ങളും സ്വർഗാരോഹണവും വിശദീകരിച്ചിട്ട് യോഹന്നാനൊരു അതൃപ്തിയിലാണ് തൻ്റെ എഴുത്തുകോൽ താഴെ വയ്ക്കുന്നത്. തൻ്റെ കഴിവുകേട് കാട്ടിക്കൊണ്ട് പറയുക, യേശു ചെയ്ത മറ്റു പലതുമുണ്ട്, അതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് ത്രാണി പോരാ, ആർക്കും കഴിയില്ല. എത്ര മനോഹരമായ ഒരു സുവിശേഷം! അതിലെ ഒരു നല്ല വാക്യമാണ് വായിച്ചത്. മാത്രമല്ലൊന്നുകൂടി പറയാം ഏട്ടാ, എൻ്റെ ഈ ശൈലി കൊണ്ട് നിങ്ങൾ മുഷിയുന്നുണ്ടോ? സാറ് പെന്തക്കോസ്താ ഇപ്പം തീ പിടിക്കുന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു. മാത്രമല്ല, തീ പിടിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചിലരെങ്കിലും നന്നായിട്ട് തണുത്തു. ഞാൻ സാധാരണ ഈ മൈക്ക് എന്നെ ഇങ്ങനെ കയ്യിൽ പിടിക്കില്ല. അത് മോശമായിട്ടല്ല, എനിക്കതിനുള്ളൊരു ആരോഗ്യം പോരാന്ന് എനിക്കറിയാം. അതാണ് ഇങ്ങനെ സ്റ്റാൻഡ് വെപ്പിക്കും. എന്നിട്ട് ഒന്നുകൂടി പറയും, ഞാനൊരു ഉണർപ്രസംഗനൊന്നുമില്ല. എന്നോട് സ്നേഹിതം പറഞ്ഞ് ഉണർപ്രസംഗനല്ലെന്ന് ആദ്യമേ പറയരുത്, കാരണം അത് മനുഷ്യൻ്റെ മനസ്സ് പെട്ടെന്ന് കിട്ടും, അവരിറങ്ങി ഇടയ്ക്ക് പോകും. നീ എൻ്റെ ആ പ്രകൃതം കണ്ടുകൊണ്ടാകും കർത്താവിൻ്റെ ആസനം പറഞ്ഞ് നമുക്ക് ആദ്യം സ്വോത്രാഴ്ച എടുത്തേക്കാം. ബുദ്ധി ശിശുക്കളാകരുതെന്നല്ല, ഞാനും പറഞ്ഞു അങ്ങനെ ആകട്ടെ. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞെന്നാണ്, നമ്മൾ പാസ്റ്റർ ഈ പറഞ്ഞ കാര്യമൊക്കെ തന്നെ ആണ് ഉണർവ്. അത് ഇച്ചിരി ചെറിയ ശൈലി ഒന്ന് മാറ്റിയാൽ ഇതൊരു ഉണർവാകുമെന്ന് പറഞ്ഞു. ഞാൻ എന്താ അതിൻ്റെ ശൈലി? അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്നതിൻ്റെ ഒടുവിലൊരല്പം വൈബ്രേഷൻ ഇട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമൊക്കെ തന്നെ മതി, അവസാനം എന്തോ വേണം, ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത യോഹന്നാൻ സിമ്പിളായിട്ട് പറയാതെ, പ്രിയമുള്ളവർ, അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതായ യോഹന്നാൻ ഇങ്ങനെന്ന് പറയാൻ പറഞ്ഞു. കളി മാറുമെന്ന് പറഞ്ഞു, ഇത് ഭയങ്കര സംഭവമാകുമെന്ന് പറഞ്ഞു. പിടികിട്ടിയോ? നമ്മളീ പിടിച്ചിരിക്കുന്നതിന് ഒരു വൈബ്രേഷനിലാണല്ലോ. ഈ വൈബ്രേഷനിലേ നമ്മളുണ്ടോ? നമ്മുടെ തന്നെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് വൈബ്രേഷൻ. മറ്റൊന്ന്, ഈ ഭാഷയ്ക്ക് അക്ഷരങ്ങൾക്ക് പിരിവുകളുണ്ട്. പിരിവെന്ന് പറഞ്ഞാൽ കൺവെൻഷൻ്റെ പിരിവല്ല ഞാൻ പറഞ്ഞേ, ചിലർ അത് ഓർത്തു ഇതിൻ്റെ ഇടയ്ക്ക്. അക്ഷരങ്ങളെ വിഭജിച്ചിട്ടുണ്ട്. കരം, അധികരം, പിന്നെ മൃദു, കോശം, അനുനാസികം. അച്ഛനറിയാതൊക്കെ, അതറിയത്തില്ലേ, പാടാൻ പറ്റില്ല. ക, ക, ച, ട, ത, പ അത് കരമാണ്. ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ അധികരമാണ്. ങ, ഞ, ണ, ന, മ മൂക്കിൻ്റെ കൂടി സഹായത്തിൽ വേണ്ട സംഗതിയാണ്. അത് അനുനാസികമാണ്. നമ്മുടെ ആളുകൾ ഈ കരം പറയേണ്ടിടത്തല്ല അധികരമേ പറയൂ. കർത്താവെന്ന് പറയില്ല, കർത്താവിൻ്റെ. അത് കേട്ടിട്ട് പറയും, എന്തൊരു സന്തോഷമായിരുന്നു അത്ര ആരാധന. അപ്പം അതൊക്കെ പോട്ടെ, എന്നിട്ട് നിങ്ങൾ ഉറങ്ങല്ലേ, ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് പ്രിൻസ് വാസ്റ്റർ ഒരു 2020 ബാറ്റ്സ്മാനാണ്, നമ്മളൊരു ടെസ്റ്റാണ് കളിക്കുന്നത്. പണ്ട് അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ വരും, അതുകൊണ്ട് അതൊക്കെ ഈ അവസാനമൊക്കെ വരേണ്ട ആളാണ്. നമ്മൾ ആദ്യം വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ ഇന്നങ്ങ് പോയാൽ പ്രയാസമുണ്ടോ? ശ്രദ്ധിക്കുക. അതിലും വന്നുപോയില്ല, എൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ ഒന്നുകൂടെ വരാം. യേശു കർത്താവിൻ്റെ കാലത്ത് പാലസ്റ്റൈൻ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം 120 മൈൽ വിസ്തൃതിയായിരുന്നു. 120 മൈൽ വിസ്തൃതിയുള്ള പാലസ്തീനിയായുടെ
തെക്കൻ മുനമ്പത്തിന് യഹൂദ്യ എന്ന് പേർ പറഞ്ഞു. അത് പറഞ്ഞാണ് അച്ഛൻ തുടങ്ങി. യഹൂദ്യയിലും, അതിൻ്റെ ക്യാപിറ്റലാണ് ജെറുസലേമിലും, യഹൂദിയിലെല്ലായിടത്തും. പിന്നെ അപ്പോൾ അങ്ങേ അറ്റം യഹൂദ്യ, അതിൻ്റെ ക്യാപിറ്റൽ ജെറുസലേം. തെക്ക് അങ്ങ് വടക്ക് ഗലീലിയ, അതിൻ്റെ നടുവിൽ ശമര്യ. ഇങ്ങനെ 3 ടെറിട്ടറികളായിരുന്നു പാലസ്തീൻ. ഇതൊന്ന് ഗ്രഹിച്ചിട്ട് പോകണം മുമ്പോട്ട്. ഈ തെക്കും വടക്കും പാർത്തത് യഹൂദന്മാരായിരുന്നു, നടുക്ക് ശമര്യരും. ശമര്യരുടെ ചില സാംസ്കാരികമായ സാമൂഹ്യമായ ചില ഘടകങ്ങളാൽ, ഒപ്പം ആത്മീയമായ ഘടകങ്ങളാൽ, മതപരമായ ഘടകങ്ങളാൽ യഹൂദനും ശമര്യരും തമ്മിൽ സമ്പർക്കമില്ല. ഈ 2 കൂട്ടരും വേണ്ടപ്പെട്ടവർ ഇപ്പുറത്ത് കിടക്കാണ്. ഈ ഗലീലിയായിലെ യഹൂദൻ ഇതുകൊണ്ട് തന്നെ 3-4 ദിവസത്തെ വഴിദൂരം കറങ്ങി വേണം യെരുശലേമി ദേവാലയത്തിൽ വരാൻ. കാലക്രമേണ ജെറുസലേമിൽ നിന്ന് ഗലീലിയിലേക്ക് അങ്ങനെ പോക്കില്ലാതായി. കാരണം ആവശ്യം വരുന്നില്ല. പക്ഷെ ഗലീലിയായിലെ യഹൂദൻ ഇവിടെ വന്നേ പറ്റൂ വല്ലപ്പോഴുമൊക്കെ. കാരണം പെരുന്നാളുകളുടെ ആഘോഷം. ഇവരുടെ ബന്ധുക്കളാണ് പുറത്തുള്ളത്. ബാംഗ്ലൂർ പോലെ വ്യത്യസ്ത സംസ്കാരങ്ങൾ വന്നു ചേരുന്നൊരു നഗരമായി ഈ ജെറുസലേം മാറി. അവിടെയാണ് ദേവാലയം, അവിടെയാണ് മതപാഠശാലകൾ, അവിടെയാണ് താർക്കിക വേദികൾ, അവിടെ ബഹുസംസ്കാരം വന്ന് അണയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള മനുഷ്യൻ്റെ അറിവും വർദ്ധിച്ചു. അതുകൊണ്ട് യെരുശലേമിലെ യഹൂദന് കുറഞ്ഞപക്ഷം ഒരു 4 ഭാഷകൾ അറിയാം. എത്രയാ? ആ 4 ഭാഷയും യേശുവിൻ്റെ ക്രൂശിലുണ്ട്. പറയാമോ ഏതൊക്കെയാണ്? ക്രൂശിലെ 4 ഭാഷ, 3 നിങ്ങൾക്കറിയാം. പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നു 4 ഭാഷയുണ്ട്. നമുക്ക് 3 കാണാൻ പറ്റുള്ളൂ. ഏതൊക്കെയാ? ലാറ്റിൻ, ഹീബ്രു, ഗ്രീക്ക്. റോമൻ ഭാഷ, ഗ്രീക്ക് ഭാഷ, പിന്നെ എബ്രായ ഭാഷ. 4ാമത്തെ ഭാഷ അരാമിക്കാണ്. അത് യേശു പറഞ്ഞതാണ് ക്രൂശിൽ കിടന്ന്. ഓക്കെ, ഇങ്ങനെ 4 ഭാഷ. അത് 4 അറിയാം അവിടുത്തുകാർക്ക്. എന്നാൽ ഗലീലയിലെ യഹൂദൻ്റെ സ്ഥിതി അതല്ല. അവൻ അരാമിക്കും അറിയാം, അല്പസ്വല്പം ഗ്രീക്കും അറിയാം. എന്താ കാര്യം? മനുഷ്യനായിട്ട് സമ്പർക്കമില്ലെങ്കിൽ പിന്നെ ഒത്തിരി ഭാഷ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച്. ചിലരെന്തിനാ ഈ ഭാഷ പഠിക്കുന്നത്? ചിലർക്ക് ഒത്തിരി ഭാഷ അറിയാം, കമ്മിറ്റി വന്നിട്ട് ഉഴുന്നോടെയും കഴിച്ചിട്ട് വീട്ടിൽ പോവാണ്. ഒരു കാര്യം ഉണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ബീഹാറിൽ വർഷങ്ങൾ കത്താൻ്റെ ഇതാ. അങ്ങനെ 7 ഭാഷ അറിയാം. 7 ഭാഷയെ പരിഭാഷപ്പെടുത്തും, 7 ഭാഷ സംസാരിക്കും. നമുക്ക് അത്ഭുതം തോന്നും, നല്ല ഫ്ലുവൻ്റാണ്. പക്ഷെ പുള്ളിക്ക് തലതെറിച്ചൊരു മോനുണ്ട്. അവനീ കുരുട്ട് പണിയെല്ലാം കാണിക്കുമ്പോൾ ഒരു ഭാഷയെ പോലും അവനെ വിലക്കി കണ്ടിട്ടില്ല. പിന്നെ ഭാഷ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കുരുട്ടുപണിയെല്ലാം കാണിച്ച് ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്യുമ്പോൾ അവനോട് ഒരു ഭാഷയിലെങ്കിലും ഇന്നുവരെ പറഞ്ഞു കണ്ടിട്ടില്ല, ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അവനതെല്ലാം കാണിച്ചിട്ട് ഇവിടെ സ്റ്റേജിൽ കയറിയിട്ട് ആരാധിക്കുമ്പോൾ വിടുതലെന്നും പറഞ്ഞ് ഇവിടെ നാടുക. എല്ലാം ചെയ്ത് അവസാനം എന്താ കാണിക്കുന്നത്? ആരാധിക്കുമ്പോൾ ഒരു വിടുതലെന്ന് പാട്ടും പാടി നിൽക്കുക. പുള്ളിയോട് പറഞ്ഞിട്ടില്ല, ഒരു ഭാഷയിലും പറയണ്ട, ഈ വിലക്കിട്ടേലും കാണിക്കത്തില്ല പുള്ളിക്ക് ശരിയല്ലെന്ന്. ഇങ്ങനെ അതുപോലും പുള്ളി ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ഒത്തിരി ഭാഷ പഠിച്ചിട്ട് കാര്യമില്ല, അവർക്കും അതുകൊണ്ട് വലിയ ഭാഷ അറിയില്ല. ആർക്കാ? ഗലീലിയ. ഇന്നൊരു കാര്യം പഠിക്കണം. ഇവരാണ് ആത്മനിറവിൽ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ച് സംസാരിച്ച് കേട്ടപ്പോൾ കണ്ട പരിഷ്കാരികൾ ചോദിക്കുക, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തരുടെയും സംസാരിക്കുന്ന നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നത് എങ്ങനെ? അതാ പെന്തക്കോസ്ത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇല്ല, നമുക്ക് അങ്ങോട്ട് വരണം. സന്തോഷമാണോ അങ്ങോട്ട് വരാൻ? സന്തോഷമാണോ? ഞാൻ ആ സ്ഥലത്തെക്കുറിച്ച് അല്പം കൂടി ഒന്ന് പറയാനുണ്ട്. ഉറങ്ങരുത് ഈ തക്കത്തിന്. ഈ ഉറങ്ങരുതെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഈ തലയിൽ തുണി കെട്ടിക്കൊണ്ട് കുറേ പേരൊന്ന് ഉറങ്ങാണ്. വല്ല പിള്ളേരും ഫേസ്ബുക്കിലെടുത്തിട്ടാൽ ഇതെപ്പോഴാ സംഭവം എന്ന് ചോദിച്ചാൽ ആൾ വരും നാളെ വീട്ടിൽ.
ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. അതുകൊണ്ടാണ് പിടികിട്ടിയോ? കാലം അങ്ങനെ മാറിക്കഴിഞ്ഞു. കുസൃതി പിടിച്ചൊരൊറ്റ പയ്യൻ മതി, അവനിത് എടുത്തിട്ടേച്ച് ഫോട്ടോഷോപ്പിൽ ചെറിയ പണിയും പെടാ നിങ്ങളിങ്ങനെ ഇരിപ്പുണ്ടോ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ, അല്ലാതെ വേറെ ഒന്ന് ഓർത്ത് പറഞ്ഞല്ല. നിങ്ങൾക്ക് തന്നെ ചിലവോ, അതുകൊണ്ടാണ് മറുപടി പറയുമ്പോൾ മടുക്കും. അതാ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ ഗലീലയെക്കുറിച്ചൊരല്പം കാര്യം ഒന്ന് ഗ്രഹിച്ചട്ടെ. ഹെർമോന്റെ മലയുടെ മുകളിൽ നിന്നൊരു നീരൊഴുക്ക് പുറപ്പെടുന്നു. ആ നീരൊഴുക്ക് മലയിടുക്കിൽ എടുത്തു ചാടി ഒരു ജലാശയമായി രൂപപ്പെടുന്നു. ആ ജലം നിറഞ്ഞ ശേഷം വീണ്ടും ഒഴുകിപ്പോകുന്നു. എന്താ മനസ്സിലായി? വെള്ളം ഒഴുകി വരുന്നു, ഇങ്ങനെ കൂടിക്കിടക്കുന്നു, വീണ്ടും ഒഴുകിപ്പോകുന്നത് പറഞ്ഞാൽ എന്തിനാ പിണങ്ങുന്നത്? ആ കിടക്കുന്ന ജലാശയത്തിൻ്റെ പേര് ഗലീലിയ. ഗലീലിയ കടൽ. ആ ഒഴുകി വന്ന വെള്ളത്തിൻ്റെ പേര് യോർദാൻ. യോർദാൻ വീണ്ടും അങ്ങ് ഒഴുകിപ്പോയി ചാവ് കടലിൽ ചേരും. മനസ്സിലായോ? ഈ കടലിൻ്റെ പേരെന്താ? ഈ ജലാശയത്തിൻ്റെ പേരെന്താ? ഗലീലിയ കടൽ. വാസ്തവത്തിൽ അത് കടലല്ല, പിന്നെന്തെന്നാ? ഒരു തടാകം. പിന്നെ എങ്ങനെ ഇതിന് കടലെന്ന് പേര് കിട്ടിയേ? അതായിരുന്നു അവിടെ പാർത്തവൻ്റെ വിവരം. എൻ്റെ ബോധം മനസ്സിലായോ? അവൻ ആ സ്ഥലത്തിന് എന്താ പേരിട്ടേ? ഗലീലിയ കടൽ. കടലാണോ? 3.5 മൈൽ വീതി, 16 മൈൽ നീളം. അവനത് കാണിച്ചിട്ട് എന്താ പറഞ്ഞു? അത് കടലാണ്. ആയിക്കോട്ടെ, കടലായിക്കോട്ടെ. പിന്നീട് വന്ന ചിലർ അതിന് പേര് മാറ്റി തിബരിയോസ് കടൽ. രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ പേര് തിബരിയോസ് കടൽ. ചക്രവർത്തിയുടെ പേര് തിബരിയോസ് കടൽ എന്നല്ല, തിബരിയോസ് എന്നേ ഉള്ളൂ. അല്ല, കടലെന്ന് പുള്ളിക്ക് പേരില്ല. പുള്ളിയുടെ പേരിനെ ആധാരമാക്കി എങ്ങനെ ഇട്ടു പേര്? മനസ്സിലായോ? ഭായിയോം ബഹനോം. മനസ്സിലായോ? മനസ്സിലായി? ഇപ്പം ഇത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. കാരണം പൈസ പോവില്ലോ എന്നൊരു പേടി. എനിക്ക് ഹിന്ദി വെച്ചാൽ എനിക്ക് ഹിന്ദി ഭയങ്കര സന്തോഷമായിരുന്നു. ഈ വായുവും ബഹനോന്ന് കേട്ട് 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 ഇത് കേൾക്കുമ്പോഴേ ഇപ്പോൾ അങ്ങ് മടുപ്പായി വരിക. അച്ഛൻ പറഞ്ഞ് ഹിന്ദി പഠിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഹിന്ദിയോടുള്ള ബഹുമാനം ഇത് കേൾക്കുമ്പോഴേ അങ്ങ് പോയി കിട്ടുക. അതാ കാര്യം. പോട്ടെ. അപ്പോൾ നോക്ക്, ഈ ഗലീലിയ കടൽ, തിബരിയോസ് കടൽ, അതിന് വേറൊരു പേരുണ്ട് ഗന്നസരത്ത് തടാകം. അതിന് മറ്റൊരു പേരുണ്ട്, ദാവീദ് ഉപയോഗിച്ച ഒരു സംഗീത ഉപകരണത്തോട് അതിന് സാമ്യം ഉണ്ടായിരുന്നു. എന്താ ദാവീദ് ഉപയോഗിച്ച ആ സംഗീത ഉപകരണം? അത് ഡ്രം സെറ്റാന്ന് പറയാൻ തുടങ്ങുകയെന്നല്ല, കിന്നരം. അതുകൊണ്ട് ഇതിനൊരു പേര് കിട്ടി, കിന്നരോത്ത് കടൽ. അവിടെ നിൽക്കട്ടെ. അവിടെ ഒരു കഴിവുള്ളൊരു മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്താം. പത്രോസിൻ്റെ നാടത നമ്മളതാണല്ലോ വായിച്ചതും. അല്ല, അവനിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ഉള്ളതിലൽപ്പം പ്രാപ്തനാണ് ഈ പത്രോസ്, അല്ലേ? ഒരു ഊർജ്ജസ്വലൻ. ഈ പത്രോസിൻ്റെ ഒരു പ്രാപ്തി നോക്കാം. ഒരു ദിവസം യേശു കടലിന്മീതെ നടന്നു വരുന്നു. കടലിന്മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ചിലർ പറഞ്ഞു ഭൂതം, ചിലർ പറഞ്ഞു യേശു. പത്രോസ് പറഞ്ഞു അത് നമുക്ക് തീർപ്പ് കൽപ്പിക്കാം, വരുന്ന ആളിനോട് തന്നെ ചോദിക്കാരാ. യേശു പറഞ്ഞു ഞാനാ. ഇനി യേശു അല്ല, അത് ഭൂതം കള്ളം പറഞ്ഞാണെങ്കിൽ പത്രോസിൻ്റെ അവസ്ഥ ഓർത്തി നീന്തറിയാമെങ്കിലും പെട്ടുപോകും. യേശുവായിട്ട് അവൻ മുങ്ങിപ്പോയി, അപ്പോൾ ഭൂതമായിരുന്നല്ലോ. അതായിരുന്നു അവൻ്റെ വിവരം. ഇനിയുള്ള കാര്യം ക്ഷമിക്കണേ, ഇത് ലൈവ് ചെയ്യുന്നുണ്ട് എങ്കിലും പറയാതിരിക്കാൻ തരയില്ല. ഇത് നമുക്ക് രേഖകളിലൊന്നും എഴുതാൻ പറ്റിയൊരു കാര്യമല്ല. കാരണം ഒരു ദിവസം യേശു വരുന്ന സമയത്ത് പത്രോസിൻ്റെ അനുഭവസാക്ഷി എഴുതിയിരിക്കുക, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച പത്രോസ് നഗ്നനായിരുന്നു. ഞാൻ പിന്നെ അത് പ്രസംഗിക്കുന്നിടത്ത് പറയാറുണ്ട്, നഗ്നനാണെന്നുള്ളത് നമ്മുടെ അർത്ഥത്തിലല്ല, മറിച്ച് എന്തെങ്കിലും ഒരു യഹൂദ പശ്ചാത്തലം പറഞ്ഞ് പുള്ളിക്കൊരു ചെറിയ ഉടുപ്പയിൽ ഞാൻ ഇടിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇദ്ദേഹം ഇന്നറൊക്കെ ധരിച്ചിരുന്നു, പബ്ലിക്കിൽ ഇറങ്ങി വരാൻ പറ്റാതെ നിന്ന്. അത് എൻ്റെ ഒരു കാരണം കൊണ്ട് ഞാൻ കൊടുത്ത വസ്ത്രം അവിടെ നിൽക്കട്ടെ, മോശമല്ലേ? യേശു വരുന്നു. യേശു വരികയും അങ്കി അരയി ചുറ്റി കടലിൽ ചാടി. പുള്ളിയുടെ തന്നെ അങ്കിയാണോ എന്ന് അറിയത്തില്ല. ധൃതി പിടിച്ചു വല്ലവൻ്റെ അങ്കി എടുത്തു കൂടി. അവൻ വന്നപ്പോൾ അവനും അങ്കിയില്ല, ഇവനും അങ്കിയില്ല. അവസ്ഥയായിട്ട് എടുത്ത് വെള്ളത്തിൽ ചാടി.
എന്നാൽ പിന്നെ ഈ അങ്കി അരയി ചുറ്റി അവിടെ നിന്നാൽ പോരെ? മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഒന്നിൽ അങ്കി അരയി ചുറ്റി അവിടെ നിൽക്കണം, അതല്ലെങ്കിൽ വെള്ളത്തിൽ ചാടണം. നമ്മൾ മലയാളിയാണ്, അതേ ചെയ്യുള്ളൂ. നമ്മൾ വെള്ളത്തിൽ ചാടി കർത്താവേ കാവറും തൂമില്ലൊന്നും പോയില്ലേ, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ, വീരപ്രവൃത്തിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആമേൻ ഹല്ലേലൂയ. നമ്മളാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് അതിജീവിക്കും. പത്രോസ് വെള്ളത്തിൽ ചാടി, അങ്കി അരയിൽ ചുറ്റി. എന്തൊരു മനുഷ്യൻ! എനിക്ക് അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. എന്നാണെന്നറിയോ? കർത്താവ് എപ്പോഴും വരും, മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചോണോ. ഏത് സമയത്ത് ഇത് വായിച്ച ശേഷം ഞാൻ പാൻറ്റിട്ടോണ്ടേ കിടക്കുള്ളൂ രാത്രിയിലാണെങ്കിലും. കാരണം പേടിയാതി. പിന്നെ കർത്താവ് എപ്പോഴും വന്നാൽ നമ്മളായിട്ടൊരു കുറ്റവും ഉണ്ടാക്കണ്ട, ഇനി അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകാതിരിക്കണ്ട. ഇത് കേട്ട് ആരും പോയി മേക്കപ്പ് ചെയ്ത് കിടക്കണ്ട, കർത്താവ് വരുമല്ലോ, നമുക്ക് ഒരുങ്ങി അങ്ങിരിക്കാമെന്ന് ഓർത്ത് വേണ്ട. പത്രോസ് വെള്ളത്തിൽ ചാടി. അതായിരുന്നു പത്രോസ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് വിരസമായ ആ ചരിത്രം വിട്ടേക്കാം. ഗലീലിയ മനസ്സിലായോ? അവിടുത്തെ ആളുകളുടെ സംസ്കാരം മനസ്സിലായോ? അവരെ പ്രാപ്തി പിടികിട്ടിയോ? ഉള്ളടക്കത്തിൽ നമ്മൾ എത്തിയില്ല. ഒരു വാക്യം കൂടി വായിച്ച് സഹായിക്കണം. ഇതിൻ്റെ ഒരു പ്രാക്തന ചരിത്രം ഞാൻ പറയാം. കാലങ്ങൾക്കപ്പുറത്തുള്ള 1000 ആണ്ടുകൾ കൂടി അപ്പുറമുള്ളൊരു ഗലീലിയൻ ചരിത്രം ഒന്ന് പുതുപ്പിക്കാം. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 10 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കാം. 1 രാജ 9:10. നിൽക്കുക ഞാനിവിടെ വന്നു പോയില്ലേ, എനിക്കിവിടെ ഒരു അവസരം എന്താ? അങ്ങനെ ഏകപക്ഷിയായിട്ട് ഗോളടിച്ച് പോകാതെ വായിച്ചു. ആൻറ്റി തന്നെ വായിച്ചാൽ മതി. വായിച്ചോ. മൈക്കോട് ശലോമോൻ. അതാ വായന പൂർണ്ണശക്തിയോടെ വെളിപ്പെട്ട് വരട്ടെ. വായിക്ക്. യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും. ഇത്രയും നേരം ആൻറ്റിയെ വടക്ക് പോയില്ല. ആൻറ്റിക്ക് ഒരു അഭിനന്ദനം പറയാതിരിക്കാൻ വയ്യ. ഞാനിതാരെ കൊണ്ട് വായിച്ചാലും ഈ സരളയെന്ന് പറഞ്ഞ അവിടെ നിർത്തും. സരള മരം കൊടുത്തു. ആൻറ്റി കറക്റ്റാണ് വായിച്ചത്. സരള മരം കൊടുത്തു. ഒരുതം വായിച്ച സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കട്ടെന്ന്. എന്തോ വായന. വായിച്ചോ ബാക്കി. സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് അങ്ങനല്ലേ? സോറി, സ്വന്തമായിട്ടൊരു കാ കിടക്കട്ടെ. വായിച്ചു. കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. ഒരു കാ ചേർത്തു, ഒരു ഇട്ടാ കളയുകയും ചെയ്തു. പോട്ടെ. തന്നല്ലോ ആ പൈസയോടുള്ള ആർത്തി കണ്ടില്ല. എന്താ പറഞ്ഞേ? 20 പണം കൊടുത്തു. പോട്ടെ, സാരമില്ല. മനുഷ്യരല്ലേ ഭാഷ. പോട്ടെ, സാരമില്ല. ശലോമോൻ രാജാവ്, നമ്മുടെ എല്ലാം കാര്യം പറഞ്ഞു കേട്ടോ. ശലോമോൻ രാജാവ് ഈ കൊച്ചു പെമ്പിള്ളേരൊക്കെ വായിക്കേണ്ട ആളുകളാക്കും. ഈ ഒരു കാര്യം ഇവിടെ വന്നേ ശരിക്കൊരു കാര്യം പിടികിട്ടി. ഇവിടെ 90 വയസ്സുള്ള യൗവനക്കാരും 16 വയസ്സുള്ള കളയുമാരും ഇരിക്കുക. ശ്രദ്ധിച്ച്. ആൻറ്റി വായിച്ചോ ധൈര്യമായിട്ട്. നമ്മൾ ഒറ്റ കെട്ടാ, നമുക്ക് ധൈര്യമായിട്ട് പോകണം. വായിക്ക്. ആൻറ്റി മതി വായിക്കാൻ. വായിച്ചു. കൊടുത്തിരുന്നത് കൊണ്ട് വായിച്ചാട്ടെ. ചിരിക്കുകയാണോ? കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. മതി. എവിടെ കൊടുത്തേ? ശലോമോൻ രാജാവ് ഹീരാമിൽ നിന്ന് തടിയും സ്വർണവും കൈപ്പറ്റി ദേവാലയം നിർമ്മിച്ചു. പ്രത്യുപകാരമായി ഗലീലിയ ദേശത്ത് 20 പട്ടണം കൊടുത്തു. ആർക്ക്? ഹീരാമിന്. ബാക്കി വായിച്ചു. തനിക്ക് കൊടുത്ത ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. അയ്യോ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെടും? 1000 കൊല്ലം കഴിഞ്ഞുള്ള പത്രോസിംഗാണെങ്കിൽ 1000 വർഷം മുമ്പുള്ള അവൻ്റെ വല്യപ്പന്മാരെങ്ങനെ ഇല്ല നടന്നേ? മനസ്സിലായോ? പണം മുടക്കി നവീകരിക്കാൻ നോക്കിയാൽ ഒക്കാത്ത വിധം തകർന്നടിഞ്ഞ ഈ ഭൂമിക്ക്
ജനങ്ങൾ എന്തു പേരിട്ടു? ബാക്കി വായിച്ചേ. സഹോദര, ആ നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ ആ എന്ത് എന്നവൻ പറഞ്ഞു. ആ ബ്രദറെ, ഈ പട്ടണം എന്താ? ആ വായിച്ചേ. അവയ്ക്ക് ഇന്ന് വരെയും ആ കാബൂൾ ദേശം എന്ന് പേരായിരിക്കുന്നു. വേസ്റ്റ് ലാൻഡായി, ലാൻഡ് ഓഫ് ഡാർക്ക്നെസ് ഓർ ഇഗ്നോറൻസ്, കാബൂൽ എന്ന് പേരായി. അന്ധതയുടെ ദേശം, ഫലപുഷ്ടിയില്ലാത്ത ഇടം, പ്രാകൃതന്മാരുടെ ഇടം, അജ്ഞതയുടെ ദേശമെന്നർത്ഥം വരുന്ന കാബൂൽ, ഗലീലിയ. അതുകൊണ്ട് യെരൂശലേമിലൂടെ വരുന്ന യഹൂദൻ ഗലീലിയയിൽ നിന്ന് വന്നാൽ നീയുമാ ഗലീലിയൻ എന്ന് പറയുന്നത് ഒരാക്ഷേപത്തിൻ്റെ ചിഹ്നമായി മാറി. മനസ്സിലായോ? കാര്യം പിടികിട്ടിയല്ലോ. യേശു കർത്താവ് ജനിച്ചത് ചരിത്രപ്രസിദ്ധമായ യഹൂദിയായിലെ ബേദലഹേമിൽ. യേശുവിന് തൻ്റെ പേരോട് ചേർത്ത് ബേദലഹേമ്യനായ ക്രിസ്തു എന്ന് പേര് വിളിക്കാം. യേശുവിൻ്റെ അപ്പനായ ഈശായിക്ക് പേരുണ്ടങ്ങനെ. ദാവീദിൻ്റെ അപ്പനായ ഈശായിയെ വിളിച്ചു ബേദലഹേമ്യനായ ഈശായി എന്ന് വിളിച്ചെങ്കിൽ യേശുവിനെയും വിളിക്കാം ബേദലഹേമ്യനായ ക്രിസ്തു. പക്ഷേ യേശു അണിഞ്ഞത്, യേശു സ്വീകരിച്ചത് ഈ പ്രാകൃത മേഖലയിലെ, അവികസിത മേഖലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൻ്റെ പേര് സ്വന്തം പേരോട് ചേർത്തുകൊണ്ട് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന പേര് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയപ്പോൾ അന്നുള്ള മനുഷ്യർക്കാർക്കും നസ്രായൻ എന്ന പേരിന്റെ അർത്ഥം പിടികിട്ടിയില്ല എങ്കിൽ പിശാചുക്കൾ അവനെ കണ്ടിട്ട് പറയുക, യേശുവേ, നസ്രായനായ യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഈ രാത്രി വചനം കേൾക്കുമ്പോൾ ഭക്തൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ, നസ്രായൻ എന്ന പേരിന്റെ അർത്ഥം ആ പട്ടണത്തിന് വില വന്നത് യേശു അവിടെ വന്നപ്പോഴാണ്. യേശുവിന്റെ സാന്നിധ്യമാണ് ഗലീലിയായുടെ ചിത്രം മാറ്റി വരച്ചതെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ, ഗലീലിയായുടെ പരിമിതിയെ പെന്തക്കോസ്തിന്റെ ശക്തിയാക്കി മാറ്റിക്കൊണ്ട് അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനതയെ കൊണ്ട് യെരൂശലേമിൽ അത്ഭുതം സൃഷ്ടിച്ചവൻ അതേ ശക്തിയോടെ, അതേ ബലത്തോടെ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലും ആഗതനായിട്ടുണ്ട്. അവനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പെന്തക്കോസ്തിൻ ശക്തി അതിജീവനത്തിൽ ശക്തിയാണ്. പെന്തക്കോസ്തിൻ ശക്തി പരിമിതികളെ അതിജീവിച്ച് ദൈവരാജ്യത്തിന്റെ മഹിമയ്ക്കായി സാധാരണക്കാരനെ കൊണ്ട് അസാധാരണ പ്രവൃത്തി ചെയ്യിക്കുന്ന ശക്തിയാണ്. 12 വർഷങ്ങൾ ഈ ദേശത്തോട് പെന്തക്കോസ്തിൻ ശക്തിയുടെ സാക്ഷ്യം വഹിപ്പാൻ നമ്മുടെ സഹപ്രവർത്തകരെ കർത്താവ് സഹായിച്ചെങ്കിൽ, ഏതെങ്കിലും അളവിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, അതിൻ്റെ ഭാഗമാകാൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നമുക്ക് സാധിച്ചെങ്കിൽ, നാനാജാതി മതസ്ഥരുടെ ബഹുസ്വരതയുടെ സംസ്കാരമുള്ള ഈ പട്ടണത്തിൽ ഒരു ഗലീലിയന്റെ പൂർവ്വ പശ്ചാത്തലം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, എന്നെ കർത്താവ് വെറുതെ അയച്ചതല്ല, നിങ്ങളെ വെറുതെ അയച്ചതല്ല. ഈ പട്ടണത്തെ ഇളക്കാൻ, യെരൂശലേമിനെ മാറ്റിമറിക്കാൻ ആദ്യം യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ കഴിയുന്ന വലിയ ശക്തിയുടെ ഇന്ധനപ്പുരകളാണ് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവയിലും, അന്യഭാഷയുള്ള ഓരോ ദൈവയിലും, ദൈവകൃപയുള്ള ഓരോ ദൈവയിലും ഇന്ധനപ്പുരകളാണ്. അത് മറക്കണ്ട. ഒരു പ്രധാന പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇവിടെ വായിച്ച ഭാഗം എന്താ? അന്ത്രയോസ് ചെന്നു തൻ്റെ സഹോദരനായ ശിമോൻ പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, ഞങ്ങൾ മശിഹയെ എന്നുവച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തി. ഇതാണ് വായിച്ചത്. ശ്രദ്ധിക്കണം. യെരൂശലേമിൽ പാഠശാലകളുണ്ട്. ആ പാഠശാലയിൽ ചെന്ന് പഠിക്കാൻ 3-3.5 വയസ്സ് മുതൽ ഒരു കുഞ്ഞിനെ അയക്കുന്ന പതിവുണ്ട്. അവനടുത്ത 10 കൊല്ലം പഠിക്കുക. ഈ 10 കൊല്ലം പഠിക്കുമ്പോഴേക്കും ഒരു മെട്രിക്കുലേഷൻ പോലെ പഠനം കഴിഞ്ഞിറങ്ങും. അവനപ്പോൾ ഒരു ബിരുദം ലഭിക്കും, ന്യായപ്രമാണ പുത്രൻ. അത്രയും പഠിച്ചു. പിന്നെ ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കാം, ഹയർ സ്റ്റഡിക്ക് പോകാം. ഇതിൽ ഹയർ സ്റ്റഡിക്ക് പോകുന്ന യഹൂദന്മാർ അടുത്ത 10-18 കൊല്ലങ്ങൾ നിരന്തര അധ്വാനമാണ്. കാരണം 30-ാം വയസ്സിലെ പബ്ലിക്കിലേക്ക് ഇറങ്ങൂ ഇത് സംസാരിക്കാൻ. 30 വയസ്സ് തികയാത്ത ഒരാളെ പക്വതയുള്ള ആളായിട്ട്
യഹൂദന്മാർ കാണുന്നില്ല. നമ്മളെന്നുള്ള 30 വയസ്സ് ആയാലും കണ്ട് പക്വതയാവുമോ? അത് പോട്ടെ, അതിൻ്റെ ഇരട്ടിയായാൽ തന്നെ പക്വത ഇല്ലാത്ത എത്ര പേരുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ യഹൂദന് 30 വയസ്സ് മിനിമം വേണം, ഒരു പക്വതയുടെ പ്രായം. ഇത് പഠിച്ചിറങ്ങുന്ന ആളിനെ, ഉപദേശത്തിൽ സമർത്ഥനായ ആളുകളെ ജൂതന്മാർ വിളിക്കുന്ന പേരാണ് റബ്ബി. അതിൽ സീനിയോറിറ്റിയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് റബ്ബാൻ. അതൊക്കെ പോട്ടെ. ഇവരിങ്ങനെ തിരുവെഴുത്ത് വായിക്കും. തിരുവെഴുത്ത് വെറുതെ വായിക്കല്ല, വള്ളി പുള്ളി വിസർഗങ്ങൾ കൃത്യം വായിച്ചു പഠിച്ചു വരും വഴിക്ക് അവരുടെ മനനവ്യാപാരങ്ങൾ കൊണ്ടും വ്യവഹാര തലം കൊണ്ടും പെട്ടെന്ന് വഴങ്ങാത്ത ചില വാക്യങ്ങൾ ഇതിനകത്ത് കിടക്കും. ഈ കീറാമുട്ടികളെ, കണ്ടുപിടിക്കാനാവാത്ത വസ്തുതകളെ, അവരിൽ സംശയമുളവാക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും മശിഹയുമായി ബന്ധപ്പെട്ടതാകും. ആരോ ചോദിച്ചു, ദൈവത്തെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യം പറയാൻ പകലെന്നോട് പറഞ്ഞു. കഴിയില്ല. ഒരാളുടെ പരിശുദ്ധാത്മാ അഭിഷേകത്തെക്കുറിച്ച് എത്ര ക്ലാസ് എടുത്താലും ചാർട്ട് കിട്ടി പ്രാവിൻ്റെ പടം ഇട്ട് വരച്ച് ക്ലാസ് എടുത്താൽ മനസ്സിലാവുമോ? അവൻ അനുഭവിക്കാനല്ലാതെ വേറെ വഴിയില്ല. ദൈവത്തെക്കുറിച്ച് വല്ലതും ക്ലാസ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. സംശയം മാറാൻ ആത്മനിറവിലായാൽ മതി. സംശയം അന്നേരം മാറും. അതാ സത്യം. അതേ വഴിയുള്ളൂ. അത് വലിയൊരു വഴിയല്ലേ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. പഠിച്ചറിയാനല്ല, രുചിച്ചറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പ്രൈസലോ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുന്ന ജൂതന് ഈ മശിഹയെക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാണ്. ആരാണ് മശിഹ? മശിഹയെക്കുറിച്ച് ഉൽപ്പത്തി മുതലുണ്ട് വ്യക്തമായ പ്രവചനം. ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ യേശുവിന് പേർ നിർവചിച്ചു, സ്ത്രീയുടെ സന്തതി. ഉൽപ്പത്തി ഗ്രന്ഥം അവസാനിക്കുന്ന ഇടത്ത് യാക്കോബ് പ്രവചിച്ചു. യാക്കോബ് പ്രവചിക്കുക, യഹൂദ ഒരു ബാലസിംഹം. അവിടെ നിന്ന് നമ്പേഴ്സിൽ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ബിലയാം കൂട്ടിച്ചേർത്തു, അവൻ യാക്കോബിൽ നുദിക്കുന്ന ഉദയനക്ഷത്രം. ദാവീദിലേക്ക് എത്തുമ്പോൾ യേശുവിനെ ദാവീദ് വിളിച്ചു എൻ്റെ കർത്താവ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് കർത്താവെന്ന് വിളിച്ചു. അവിടുന്ന് മീഖയുടെ പ്രവചനം ആരംഭിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുന്നു, യേശു ജനിക്കുന്ന ഇടം ബേദലഹേം എബ്രാത്ത. അവിടെ നിന്ന് ഏറ്റവും കൃത്യതയോടെ യേശുവിനെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ യെശയ്യാവ്. യെശയ്യാവ് അതിൻ്റെ സമ്പൂർണതയിൽ ചോദിച്ചു, ആരാണ് ഈ യേശു? യെശയ്യാവ് പറയാൻ തുടങ്ങി, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഉൽപ്പത്തിയിലെ സ്ത്രീയുടെ സന്തതിക്ക് ഒരു വിശേഷണം കൂട്ടിച്ചേർത്തുകൊണ്ട് യെശയ്യാവ് സ്ഥാപിക്കുക, അല്ലയോ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാര, അവൻ കേവലം സ്ത്രീയുടെ സന്തതിയല്ല, മറിച്ച് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. അവൻ അത്ഭുതയാലോചനക്കാരൻ, വണ്ടർഫുൾ അഡ്മിനിസ്ട്രേറ്റർ, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു. ഉയർന്നും പൊങ്ങിയുമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രനെക്കുറിച്ചുള്ള വെളിപ്പാട് അങ്ങോട്ട് വിശദീകരിച്ചു. ഇത്രയൊക്കെ യെശയ്യാവ് പറഞ്ഞിട്ടും കേട്ട പുള്ളികൾക്ക് കാര്യം പിടികിട്ടിയില്ല. ഇവിടെ മടുത്തിട്ടെന്ന പോലെ യെശയ്യാവ് ചോദിക്കുക, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ആരാ ഞങ്ങൾ? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് നിവർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായി വരുന്നു. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കാണുമ്പോൾ തേജോരൂപിയായ ദൈവപുത്രനെ കണ്ടെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള ഈ വെളിപ്പാട് സവിസ്തരം പറയുമ്പോൾ നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം തകർന്നും നമ്മുടെ പാപനിമിത്തം മുറിവറ്റുവരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഭാരം വഹിക്കുന്ന ദാസനായി യേശുവിനെ യെശയ്യാവ് പരിചയപ്പെടുത്തി.
പിൽക്കാലത്ത് റബിമാർ ഈ തിരുവെഴുത്തൊക്കെ വച്ച് വായിച്ചിട്ട് പറയും, ഇതിലൊരത്ഭുതം ഉറങ്ങിക്കിടപ്പുണ്ട്, ഞങ്ങളുടെ കണ്ണിന് കാണാത്ത, ഞങ്ങളുടെ ചിന്തയ്ക്ക് പിടിതരാത്ത ഒരുവൻ ഇതിനകത്ത് വ്യവഹരിക്കുന്നു. ഞങ്ങളുടെ മനനബോധങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനാവാത്ത ഒരുവൻ്റെ ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ, ഞങ്ങളുടെ കാതുകളെ കുത്തിത്തുളയ്ക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അവർ പറയും, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണു തുറക്കണമേ, കണ്ണു തുറക്കണമേ. പിറ്റേന്ന് ന്യായപ്രമാണത്തിലെ അത്ഭുതമായവൻ അവരുടെ മുമ്പിലൂടെ നടന്നു വരുമ്പോൾ അവർ പറയും, ശാസ്ത്രമറിയാത്തവൻ ദേ വരുന്നു. ചിലക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാലും മനസ്സിലാവില്ല. തച്ചൻ്റെ മകൻ ദാ വരുന്നു, വിവരദോഷി ദാ വരുന്നു. തീർന്നില്ല, അവനെ എറിയാൻ വേണമെങ്കിൽ കല്ലെടുക്കും. പ്രാർത്ഥന ഒരു വശത്ത്, പ്രായോഗികതയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് മറ്റൊരു വശത്ത്. ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്കിന്ന് രാത്രി സാധിക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ദൂതനെക്കുറിച്ചൊക്കെ പകൽ ചർച്ച വന്നു. ഇതിന് ശേഷവും സംശയ നിവാരണത്തിനെന്തോ അവസരമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം എന്നാൽ കഴിയുന്ന സംശയ നിവാരണം വരുത്തിയിട്ടേ പോകൂ. ചോദ്യം കൊള്ളവർക്ക് അവിടെ ഇരിക്കാൻ കുഴപ്പമില്ല. പോട്ടെ. ദൂതൻ, ഈ ദൂതനാരാ? ദൂതനുമില്ലാത്ത പരിഗണന ദൈവം തൻ്റെ മക്കൾക്ക് നൽകി. അങ്ങനെ ഇരിക്കെ ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണാൻ കണ്ണു തുറക്കണം, കണ്ണു തുറക്കണം എന്ന് പറഞ്ഞവൻ കണ്ണു തുറന്ന് പിടിച്ചപ്പോൾ യേശു മുമ്പിൽ കൂടി വരുന്നു. ഇന്നലെ പ്രാർത്ഥിച്ചവൻ പറയാ, തച്ചൻ്റെ മകൻ, ശാസ്ത്രമറിയാത്തവൻ, വിവരദോഷി ദാവൂന്ന്. യേശു വിഷമിച്ചോ? വിഷമിച്ചോ? ഇല്ല. പക്ഷേ യേശുവിനെ ഒരാൾ പരിചയപ്പെടുത്തി, സ്നാപകൻ. സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അതുവരെ സ്നാപകൻ്റെ ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഗലീലിയക്കാരൻ ആ ശബ്ദം കേട്ടിട്ട് യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, ഗുരു, നീ എവിടെ പാർക്കുന്നു? നിന്നെ അനുഗമിക്കാൻ എനിക്കിഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞു, വന്ന് കാൺമീൻ. ആ മനുഷ്യൻ്റെ പേര് അന്ത്രയോസ്. കൂടെയുള്ള ആളിൻ്റെ പേരവിടെ ഇല്ല, ഇദ്ദേഹത്തിൻ്റെ പേര്. ഒരു പക്ഷേ ഉത്സാഹിയായിട്ട് ആദ്യം വന്നത് കൊണ്ടാകും ആ പേര് വന്നേ. സോ ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ആരാ? അന്ത്രയോസ്. അന്ത്രയോസ് യേശുവിനെ കണ്ടു, മശിയാണെന്ന് മനസ്സിലാക്കി, ഹൃദയത്തിൽ യേശുവിനെ ഉൾക്കൊണ്ടു. നേരെ വീട്ടിൽ ചെന്നു. ഒരുപക്ഷെ അനിയനാകാം പത്രോസ്. ആദ്യം പേര് വരുന്നതുകൊണ്ടാണ് ഞാൻ അനിയനായിട്ട് സങ്കല്പിക്കും. ഇനി ചേട്ടനായിക്കോട്ടെ, എനിക്ക് വിരോധമില്ല, സഹോദരനാണല്ലോ, മതി. അവിടെ ചെന്നു. പത്രോസ് സ്വതവേ ഒരു ദ്രുതഗതിക്കാരനാ. പണിയെടുത്തിട്ടൊന്നും കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുക. അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ വീടുമുറ്റത്ത് അങ്ങുമിങ്ങും നടക്കുക. സന്തോഷം നഷ്ടപ്പെട്ട ദിനരാത്രങ്ങളെക്കുറിച്ച്, നഷ്ടബോധം അലതല്ലുന്ന ഹൃദയത്തെക്കുറിച്ച്, ഗലീലക്കടൽ തരാതെ പോയ അനുഭവങ്ങളെക്കുറിച്ച്, നടന്നും ഓടിയും അധ്വാനിച്ചിട്ടും കുടുംബം പുലർത്താനാവാത്ത വ്യതകളോർത്ത് ആകുലപ്പെട്ടിരിക്കെ ഈ വ്യതകളൊക്കെ ഭരിക്കുന്ന ഒരു സഹോദരൻ വന്നിട്ട് പറയാ, കുഞ്ഞേ ഇവിടെ വാ, ഒരു കാര്യം നിന്നോട് പറയാം. കമോൺ വാ, എൻ്റെ അരികിൽ വാ. ഇതുവരെ കാണാത്ത സംതൃപ്തി തൻ്റെ സഹോദരൻ്റെ മുഖത്ത് കണ്ട പത്രോസിനും ഒരാകാംക്ഷ. എന്താ ജ്യേഷ്ഠൻ്റെ മുഖത്ത് ഈ സന്തോഷം? എന്താ ഈ സംതൃപ്തി? അദ്ദേഹം തൻ്റെ അരിയിലേക്ക് വന്നപ്പോൾ പറയാ, കുഞ്ഞേ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ഞാൻ മശികയെ കണ്ടെത്തി, ഞാൻ യേശുവെ കണ്ടെത്തി, ഞാൻ ക്രിസ്തുവെ കണ്ടെത്തി. ഈ ഒറ്റ വാക്യത്തിൽ അന്ത്രയോസ്, താങ്കൾ പരാജയപ്പെടുത്തിയതാരേ? ഈ ഒറ്റ വാക്യത്തിൽ താങ്കൾ, ഈ പരിചയപ്പെടുത്തലിൽ താങ്കൾ ജയം കൊണ്ടതാരുടെ മീതെ?
തലേന്ന് രാത്രി വരെ പുസ്തകം വായിച്ച് അക്ഷരങ്ങളുടെ ആവർത്തന പട്ടികയിലൂടെ യാത്ര ചെയ്തിട്ട് യേശുവിനെ അറിയാത്ത ഒരു വച്ചൻ റബിമാർ കുരന്മാരെ പോലെ തപ്പി ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യേശുവിനെ തപ്പിയപ്പോൾ അന്തരാത്മാവിൽ ജ്വലിച്ച വെളിപ്പാട് കൊണ്ട് ഒരുത്തൻ ഒറ്റയ്ക്ക് എന്നിട്ട് പറയുക, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി, എനിക്കവനെ കണ്ടെത്താൻ സാധിച്ചോ, എനിക്കവനെ ബോധ്യപ്പെട്ടോ. ഇതാണ് പെന്തക്കോസ്തിന്റെ ശക്തി. രാത്രി വചനം കേൾക്കുന്നവരെ, യേശുവിനെ കാണാൻ ഒറ്റക്കിറങ്ങി തിരിച്ചിട്ടും പരാജയം വരാതെ ഈ ബലത്തോടെ, ഈ ശക്തിയോടെ, ഈ താല്പര്യത്തോടെ അവനെ അനുഗമിക്കാൻ ഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടമാണ് പെന്തക്കോസ്തിന്റെ ശക്തി. നമുക്ക് ഉലകത്തോട് പറയാ, ഞാൻ അവനെ കണ്ടെത്തി. എൻ്റെ സഹോദരനെ കാണാനാവാത്ത, ചാർച്ചക്കാർക്ക് കാണാനാവാത്ത, എൻ്റെ സമൂഹത്തിൽ പലർക്കും കണ്ടെത്താൻ കഴിയാത്ത ആ മഹത്തര സത്യം ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. പത്രോസ് ആ കൂടി യേശുവിൻ്റെ അരികിൽ ചെന്നപ്പോഴേ യേശു പറഞ്ഞു, നിനക്ക് കേഫ എന്ന് പേരാകും. ദൂത് പറഞ്ഞു കൃത്യം. എങ്ങനെയാ പറഞ്ഞേ? നീ ശിമോൻ യുഹാനയുടെ മകൻ ശിമോൻ പത്രോസാകുന്നു, നിനക്ക് കേഫ എന്ന്. അല്ല, ഈ കൂടി വന്നവരിടയ്ക്ക് സണ്ണീന്ന് പേരുള്ള സഹോദരനുണ്ട്, ഇപ്പം എണീറ്റ വിടുതലാന്നൊന്നും അല്ല പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞേ? ആ, അങ്ങനെയൊന്നല്ല പറഞ്ഞേ. കറക്റ്റ് അപ്പൻ്റെ പേരും എല്ലാം കൂട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കിങ്ങനാ നിൻ്റെ പേര്. അത് കേട്ടേ അവൻ നടുങ്ങിപ്പോയി. നേരത്തെ അന്ത്രയോസിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. ആ, ചിലരിങ്ങനെ ഈ കൃത്യം പേര് വിളിക്കുമ്പോൾ അതിലൊരു വിശ്വാസ്യത വരാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് കയറി ഒരാളുടെ പേര് വിളിച്ചാൽ അതൊരു ആത്മാവിലല്ലെന്ന് തോന്നരുത്. അതുകൊണ്ട് ഉദാഹരണം, നിങ്ങളുടെ പേര് വേവി എന്നാണ് കുട്ടിക്ക്, വേവിച്ചൻ. ചാടിക്കയറി വേവിച്ചൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഡിമാൻഡില്ല. അതുകൊണ്ട് ദൈവം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇത് കിട്ടിക്കൊണ്ടിരിക്കുക. ദൂത് പുള്ളി ബുദ്ധിമുട്ടി ഇത് പ്രാപിക്കുകയാണ്. പുള്ളി ആ പങ്കപ്പാട് ഭയങ്കര. അതുകൊണ്ട് ചാടിക്കയറി വേവിച്ചൻ എന്ന് പറഞ്ഞാൽ ഡിമാൻഡില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ബേ 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 ബേബി 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 ബേബിച്ചൻ 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 എണ്ണീറ്റാട്ടെ വേവിച്ചൻ റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ ഗ്രാമറില്ലാത്ത ഇംഗ്ലീഷില്ല, നമ്മുടെ തലമുണ്ടേ പഠിച്ചു പോവുക. മനസ്സിലായോ? ബാംഗ്ലൂരിലുള്ളവർക്ക് മനസ്സിലായില്ല, പിന്നെ ആർക്കാ ഇതൊക്കെ മനസ്സിലാകുന്നേ? സകല മത്സ്യവും കയറുന്ന വലകൾ ഇവിടെ ഇല്ലേ? ചീഞ്ഞഴുകിയത് മുതൽ ഏത് ടൈപ്പും കയറുന്ന വലകളും കൊണ്ട് നടക്കല്ലേ ഓരോരുത്തർ. പോട്ടെ, ഇപ്പോൾ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇനിയും പുതിയതായിട്ടൊരു പ്രശ്നം നിങ്ങളായിട്ട് ഉണ്ടാക്കണ്ട. പോട്ടെ. യേശു പറഞ്ഞു, നീ ശിമോൻ പത്രോസാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും. ഈ ശിമോൻ കൂടി ശിമോനെ, യാക്കോബിനെ, യോഹന്നാനെ കൂട്ടി കർത്താവ് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തു. ന്യായമായിട്ട് അതിൽ കൂട്ടേണ്ട ആളാരായിരുന്നു? അന്ത്രയോസാ. ഫസ്റ്റ് വണ്ണ കൂട്ടിയോ? നമ്മളാണെ അന്നേ വിട്ടുപോയിട്ട് ഗിൽഗാൽ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങുമല്ലോ, യഹോവ എൻ്റെ നിന്ന മാറ്റിയെന്ന് പറഞ്ഞു. ഏതാ അങ്ങനെ? അത് നമ്മൾ മാറും. പക്ഷെ അന്ത്രയോസിനൊരു കോംപ്ലക്സും തോന്നിയില്ല പത്രോസ് വന്നിട്ട്. തോന്നിയോ? അതാ യേശുവിനെ കണ്ടവന് യേശുവിനെ കണ്ടാൽ മതി, ഭയങ്കര തൃപ്തിയാണ്. ആരെങ്കിലും ആകാനല്ല. നമ്മളെ കണ്ടിട്ട് ആൾ പറയല്ലേ, ഇറങ്ങി തിരിച്ചിട്ട് ഇത്ര നാളായി, എന്തോ ആയി. അന്നേരം പറയണോ, ഒന്നും ആകാൻ വേണ്ടി അല്ലല്ലോ വന്നേ, ഒന്നും ആകാതിരിക്കാനാണ് വന്നേ. നീ വളരണം, ഞാനോ കുറയണം, അതിന് വന്നാ ഞങ്ങൾ. അതാ ഏതാണ്ട് ആകാൻ വന്നാണോ, വെട്ടിപ്പിടിക്കാൻ വന്നാണോ? നിനക്ക് തെറ്റിപ്പറ്റി പോയി. ഞങ്ങൾ അതിനൊന്നും വന്നല്ല. ഒപ്പം ഇറങ്ങി തിരിച്ചവരൊക്കെ ആരാണ്ടായി. നിങ്ങൾ മാത്രം എന്താ വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന പുള്ളിക്കാരി വെച്ചാൽ അന്നേരം വരണം. ഞാനൊന്നും ആയില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആണ്ടതാ ദൈവകൃപ. മനസ്സിലായോ? നമ്മളൊന്നും ആകരുതതാ. നമ്മളൊന്നും ആകാതിരിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി. സ്തോത്രം. അന്ത്രയോസൊന്നും ആയില്ല. പക്ഷേ ലോകത്തൊരുത്തരം നോക്കിയാലും കളയാൻ പറ്റാത്തൊരു പദവി അന്ത്രയോസിനുണ്ട്. പറയാം, ഇപ്പം നമ്മളൊക്കെ ഒരു ലീഡറായാൽ അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ലീഡർ അല്ലാതാകും. അങ്ങനെ ആക്കാൻ പറ്റും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്ന കണ്ടില്ലേ? ഇന്നലെ വരെ വലിയ രീതിയിൽ ഇരുന്ന ഒരാൾ വോട്ടിട്ട് തോറ്റുപോയി കഴിഞ്ഞാൽ എക്സ് MLA ഒക്കെ ആകുകയാണ്. എന്നാലേ കർത്താവ് പറയാം, നാളെ മുതൽ നീ പത്രോസിനോട് നിൽക്കട്ടെ, നീ ഇപ്പോൾ ഇതൊന്നും ചെയ്യണ്ട, 3 പേര് നിന്നെ അങ്ങോട്ട് മാറ്റി വേറെ ആളെ വെക്കാം. പക്ഷേ ആരൊക്കെ നോക്കിയാലും അട്ടിമറിക്കാനാവാത്ത ഒരു പദവി അന്ത്രയോസിനുണ്ട്. നമ്മളൊന്നും നോക്കിയാൽ പറ്റില്ല. പൗലോസിന് പറ്റാത്ത കാര്യമാണ്. എന്താ? ഞാനാണ് അവനെ ആദ്യം അനുഗമിച്ചതെന്ന്. തുടക്കക്കാരൻ ഞാനാ.
ഒന്നാമൻ ആ അർത്ഥത്തിൽ ഞാനാ. അതൊരു കോൺഫിഡൻസ് അല്ലേ? ആ ബലത്തോടെ ഇങ്ങനെ അന്ത്രയോസ് കൂടെ നടക്കുക. അറിയുക, അന്ത്രയോസ് ഒരു സുവിശേഷം എഴുതിയിട്ടില്ല, അന്ത്രയോസ് ഒരു ലേഖനം എഴുതിയില്ല, അന്ത്രയോസ് ഒരു പാട്ട് പാടിയതായിട്ട് കാണുന്നില്ല, രേഖാമൂലം എന്തെങ്കിലും ഒരു സംഭാവന അന്ത്രയോസ് ചെയ്തിട്ടില്ല. എങ്ങനെ? പാട്ടില്ല, എഴുത്തില്ല, പ്രസംഗം കണ്ടില്ല, ഒന്നും കാണുന്നില്ല. അത്ഭുതം ചെയ്ത് കാണും അല്ലേ? അപ്പോസ്തലൻ എന്ന പേരിന് അർഹനല്ലല്ലോ. ബാക്കിയൊന്നും നമുക്ക് എന്താന്ന് പോലും അറിയില്ല അദ്ദേഹം ചെയ്ത്. നിർണായകങ്ങളായ 3 ഘട്ടങ്ങളിൽ പക്ഷേ ഞാൻ അന്ത്രയോസിനെ കണ്ടു. ഒന്ന്, യേശുവിനെ അറിഞ്ഞതിൻ്റെ അന്ന് തന്നെ പത്രോസിനെ വിളിച്ച് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു. 2ാം ഘട്ടം, വിശന്നു പൊരിയുന്ന 5000-ഓളം പുരുഷന്മാരും അതിലേറെ സ്ത്രീകളും കൊച്ചു കുട്ടികളും. അങ്ങനല്ലേ? പുരുഷന്മാരുടെ എണ്ണം എത്രയാ? എന്താ സ്ത്രീകളുടെ കണക്ക് എഴുതാൻ നിങ്ങൾക്കറിയോ? സൗര്യമാർക്കറിയോ? ഈ കഴിക്കുന്നതിന് വല്ല കണക്കുണ്ടോ? ഒന്നാലോചിച്ച് നോക്കി. അത് ബൈബിളിൽ പോലും എഴുതാൻ പറ്റാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്ത് കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഷോ, പുസ്തകത്തിൽ പോലും എഴുതാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടോ? നമുക്ക് എത്ര പ്രായമുള്ള അച്ചായന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ പ്രായമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എല്ലാവരും ഈ പെയിൻ്റ് അടിച്ച് വരുന്നുണ്ട്. ഈയിടയ്ക്കോടത്ത് പോയിട്ട് ഞാനിങ്ങനെ വായിപ്പിച്ചപ്പോൾ ഒരു സൗകര്യം അല്ല ഡീസൻ്റായിട്ട് വായിച്ചു. ഞാൻ ഇന്നലൊക്കെ പറയുന്നുണ്ട്, വായിച്ച കുഞ്ഞേ എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നൊക്കെ 15 വയസ്സ് കൂടുതലാണ്. പുലിക്കാര്യത്തെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറയാ, അങ്കിളെ ഇന്ന് നല്ലൊരു ശുശ്രൂഷയായിരുന്നു. ഞാൻ പിന്നെ ഇതെല്ലാം സഹിച്ചോളാമെന്ന് കരുതിയാ കർത്താവിൻ്റെ വിലയ്ക്ക് ഇറങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കേട്ടു. ഏതായാലും പോട്ടെ. ഇത്ര പ്രായമായി, നമുക്ക് പ്രായമായാലും ഈ സഹോദരിമാർ നമുക്ക് ആഹാരം കൊണ്ടുവെക്കുന്ന കണ്ടിട്ടുണ്ടോ? കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ കൊണ്ടുവെക്കും. എൻ്റെ വൈഫ് ചിലപ്പോൾ ഈ ആഹാരമൊക്കെ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഞാൻ ഈ വാക്യം ഓർക്കും, സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. നമുക്കിത്രയും വേണ്ട. ഇതെന്തിനാ അവർ കൊണ്ടുവെക്കുന്നറിയോ? നേരിട്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് വഴി കഴിച്ചു തീർക്കണം. അതിനാണ്. ഇനി അവരുടെ അക്കൗണ്ട് വേറെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുക, സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. അപ്പോൾ അവർ മനസ്സിൽ പറയുന്നുണ്ട്, നീ സമഭൂമിയാകും, നീ സമഭൂമിയാകും. കൃപകൃപയെന്ന് പറഞ്ഞ് അവർ ആണിക്കല്ല് കയറ്റാനുള്ള പണിയാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 പവൻ 2 മീനുമുള്ള ഈ ബാലനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്ത ആരാന്നറിയോ? അന്ത്രയോസ്. 2ാം ഘട്ട. 3ാമത് ഒരു പറ്റം ജാതികൾ, ശമര്യരൊക്കെയാ, അവർക്ക് സുവിശേഷം കേൾക്കണം. അന്ത്രയോസ് ഇവരെ അങ്കിതം മനസ്സിലാക്കി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പത്രോസിനെ വിളിച്ചോടെ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർക്ക് യേശുവിനെക്കുറിച്ച് കേൾക്കണം, നീ പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 സന്ദർഭങ്ങളിൽ നമുക്ക് അന്ത്രയോസിനെ കാണാം. എപ്പോഴൊക്കെയാ? 1, പത്രോസിനെ കൊണ്ട് കൊടുത്തു. 2, 5 പവൻ 2 മീനുമുള്ള ബാലനെ കൊണ്ട് കൊടുത്തു. ജാതികൾക്ക് സുവിശേഷം കേൾക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അവരെ കൊണ്ട് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു. ഇന്നെന്താ മനസ്സിലായി? അന്ത്രയോസ് യേശുവിങ്കലേക്ക് ആളുകളെ നയിക്കുന്ന, കർത്തൃദാസ സൂചിപ്പിച്ചതുപോലെ സുവിശേഷ ആത്മാവുള്ള, യേശുവിനെ അറിയിക്കാൻ താല്പര്യമെടുക്കുന്ന, ആത്മനിറവിന് അനുഭവമുള്ള ഒരു മനുഷ്യനാണ്. മറ്റൊരു പ്രതിഫലവും വേണ്ട. യേശുവേ, ഞാൻ അറിഞ്ഞ സത്യം, നിന്നെക്കുറിച്ചുള്ള സത്യം, ആ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജാഗരൂകനായിരിക്കുന്ന ഒരു കർത്തൃദാസനെയാണ് നമ്മൾ അന്ത്രയോസിൽ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് എന്ത് ചെയ്തേനെ? ഇപ്പോൾ ജാതികൾക്ക് സുവിശേഷം കേൾക്കണം, അവരങ്ങനെ നിൽക്കുക. ആ ഒരു പത്രോസിൻ്റെ അടുത്തോട്ട് പോകുന്ന കണ്ടാലേ നമ്മളൊന്ന് വിളിക്കും, ഇഞ്ഞൊന്നേ എന്നാ വിഷയം? സുവിശേഷം കേൾക്കണം. എവിടെ പോവാ? പത്രോസിൻ്റെ അടുത്ത്. ഞാൻ ആദ്യം കണ്ടത് ഇവിടെ നിൽക്ക്, എനിക്കുള്ള ഞാൻ കണ്ടിട്ടല്ലേ അവൻ കണ്ട, ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാമല്ലോ ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ, ഇവിടെ നിൽക്ക്. ഇത് പറഞ്ഞ് പുള്ളി കുളവാക്കിക്കളെ. ചിലരൊരു പരസ്യവും നടത്തിയാൽ പിന്നെ ആ പഞ്ചായത്ത് വഴി നമ്മൾ പോകണ്ട. നല്ല കാര്യത്തിന് ചെയ്യുന്ന, പക്ഷേ പിന്നെ ആ നാട്ടിൽ കൂടെ മറ്റൊരു മനുഷ്യന് ട്രാക്ടർ കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, പറ്റുമോ? പറ്റിയല്ല. അന്ത്രയോസിനറിയാം ഞാനിത് ചെയ്താൽ ശരിയാകില്ല, അതിന് പോരോ എന്ത് ആരുമുണ്ട്? പത്രോസുണ്ട്. അപ്പം മറ്റൊരാളിലെ കൃപാവരം ബഹുമാനിക്കാൻ, മറ്റൊരാളുടെ പോസിബിലിറ്റീസ് മുഴുവൻ യേശുവിൻ്റെ പക്കൽ കൊണ്ടു കൊടുക്കാൻ,
സുവിശേഷത്തിന് വാഞ്ചിക്കുന്ന ഹൃദയങ്ങളെ യേശുവിൻ്റെ അരികിൽ കൊടുക്കാൻ സന്നദ്ധനായ ഒരു അന്ത്രയോസ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് നിർത്താം. എനിക്ക് അന്ത്രോസിൻ്റെ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട കാര്യം ഈ പയ്യനുമായിട്ട് യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്ന. എന്താ ചെയ്തേ? 5000 പേർക്ക് ഭക്ഷണം ഇല്ല. യേശു പറഞ്ഞു ഭക്ഷിക്കാൻ കൊടുക്കുക. അവർക്ക് ഭക്ഷിക്കാൻ വല്ല ആഹാരം വാങ്ങുന്നത് എങ്ങനെ? അപ്പോഴേ ഫിലിപ്പോസ് എന്താ പറഞ്ഞു? ഇവിടെ നമുക്ക് എത്ര കാശുള്ളേ? 200 ദിനാറിയൂസ് എന്ന് ഗ്രീക്കിൽ കാണും. ദിനാർ അത്രയുണ്ടെന്ന്. ഈ അറബി നാണയമൊക്കെ ബൈബിളിലുള്ള ദിനാറിയൂസും ദറംസും ഒക്കെ. ദ്രമ്മയില്ല, അതാണ് ദറം. നമ്മുടെ ഇന്ന് പോയ സാധനങ്ങളാണ്. അപ്പോൾ 200 നാണയമുണ്ട്. കർത്താവ് പറഞ്ഞ ഉള്ളത് ഇനി ഉണ്ടോ, ബാക്കി നമുക്ക് എവിടുന്നേലും എടുക്കാമെന്നൊന്നും പറഞ്ഞില്ല. ആ കാശിനെ കൊല്ലേ തർക്കിച്ചില്ല. അവിടേക്ക് അന്ത്രയോസ് വന്നിട്ട് പറയുക, ഇവിടെ ഒരു പയ്യനുണ്ട്, 5 യവത്തപ്പവും 2 മീനും. 200 നാണയം സ്വീകരിക്കാത്തവൻ 5 അപ്പം സ്വീകരിക്കുമോ? ആലോചിച്ച്. സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകിയല്ലേ? ഈ 200 നാണയത്തെ വേണ്ടെന്ന് വെച്ചവൻ, നിരാകരിച്ചവൻ്റെ അരികിലേക്ക് കൊണ്ടുചെല്ലാൻ പറ്റിയൊരു വേടാണോ 5 അപ്പവും 2 മീനും എന്നുള്ളത്? ആലോചിച്ച്. നമ്മളാണ് ഈ മനുഷ്യനെ കൺവെൻഷൻ കമ്മിറ്റിയിൽ എടുക്കുമോ? ആലോചിച്ച്. നമ്മളാണ് ഈ മനുഷ്യനോട് അഭിപ്രായം ചോദിക്കുമോ? ഈ മനുഷ്യനാണ് നമ്മുടെ മുത്തച്ഛനെങ്കിൽ പപ്പ എങ്കിൽ മക്കൾ പറയല്ലേ, പപ്പ ഈ വിഡിത്തം എല്ലാം പറയാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ നാളെ വരത്തുമില്ലെന്ന് പറയും. സഹോദരി ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കും. കണ്ണുരുട്ടി പുള്ളി ശ്രദ്ധിക്കുന്നില്ല, ഈ കണ്ണ് എടുത്ത് ഇങ്ങനെ ഉരുട്ടി കാണിക്കും. അങ്ങനെ പേടിപ്പിച്ച് കളയും. കാരണം എന്താ? പമ്പര വിഡിത്തം. പിന്നെ നമ്മൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയും? ഇങ്ങനെയുള്ള അപ്പച്ചന്മാരെ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ കൺവെൻഷനൊക്കെ എടുത്ത് അവർക്കൊരു കമ്മിറ്റി അംഗം, അവർക്കൊരു ഡ്യൂട്ടി കൊടുക്കും, പ്രേയറിൻ്റെ കൺവീനർ. മനസ്സിലായോ? ഒരു ഒതുക്ക് പണിയാത്. ഇത് കേട്ടാൽ നമ്മുടെ വിചാരം ഈ ആത്മീയമായ പ്രാർത്ഥന ഉള്ള താല്പര്യത്തിന് ചെയ്താന്ന് തോന്നുന്നു. ഒന്നുമല്ല. പക്ഷേ അവിടെ ഇരുന്നോന്ന്, അവനെ അവിടെ ഇരുത്തുമാറുണ്ടെന്ന് ദേവാലയത്തിൽ. നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ആളുകളെ അവനെ അവിടെ കൊണ്ട് ഇരുത്തുമാറുണ്ടെന്ന് പറഞ്ഞു. പ്രേയറിൻ്റെ ചുമതല അപ്പച്ചനെ അവിടെ ഇരിക്കുക രാവിലെ മുതൽ പോയിട്ട്. അപ്പച്ചനോടൊരു ഭയങ്കര തസ്തി. അങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, പ്രേയറിൻ്റെ കൺവീനർ. നമ്മൾ അന്തരോസിനെ ആരാക്കിയനെ? പ്രേയറിൻ്റെ കൺവീനർ. ഇന്ത്യ പറയും അപ്പച്ചൻ അവിടുന്ന് പ്രാർത്ഥിക്കുക. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പി കൂടി ഇരുന്ന് ആലോചിക്കുക. പുള്ളിയെ ജയിക്കുകയില്ല, പുള്ളിയെ കൊണ്ടുവരത്തുമില്ല, ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കാരണം അത് വിഡിത്താണ്. അവിടെ തന്നെ കാര്യമുണ്ട്. ഈ യവത്തപ്പമാണ്. ഈ യവം സാധാരണഗതിയിൽ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമല്ല, മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. മനസ്സിലായോ? പിന്നെ ഇപ്പോൾ മനുഷ്യനും കഴിക്കും. എങ്ങനെ കഴിക്കുന്നേ? ഗോതമ്പിന് ക്ഷാമം വരുമ്പോൾ ഇവൻ കഴിക്കും. ഇവത്തിൻ്റെ പ്രശ്നം കയ്പുള്ള ഭക്ഷണമാണ്. ഇടിച്ച ധാന്യമണി കുറുക്കി 7 ആവർത്തി തെളിനീരുറ്റി കളഞ്ഞ് ഉണ്ടാകുന്ന ക്രീമാണ് അപ്പവാക്കുന്നത്. എത്ര കഴിച്ചാലും അതിന് കയ്പുണ്ട്. അതുകൊണ്ട് അതിഥിക്ക് കൊടുക്കാൻ പറ്റിയ ഭക്ഷണം അല്ലത്, വീട്ടിൽ കഴിക്കാം. അന്തരോസം എന്ന് പറയുന്നത് എന്താ? 5 യവത്തപ്പം, ക്വാളിറ്റി ഇല്ല, എണ്ണം തികയില്ല, 2 മീൻ. അതും പുള്ളിയുടെയിലല്ല ഉള്ള, പിന്നെ അറിയില്ല വേറൊരു പയ്യൻ്റെയിലുണ്ടെന്ന്. നമ്മളാണ് അതിന് പറയുന്നത്, അച്ഛൻ എന്താ ചെയ്യാതെ വല്ലൊന്നെ കൈ പലതും ഇരിക്കും, മിണ്ടാ സമ്മതിക്കില്ല. എങ്ങനെ മനസ്സിലായി 5 അപ്പവും 2 മീനും ഒരു കുഞ്ഞിൻ്റെ കയ്യിലുണ്ടെന്ന്? വാസ്തവത്തിൽ ഇതേക്കുറിച്ചുള്ളൊരു വിചിന്തനം, ഈ കുട്ടി അന്ത്രയോസിൻ്റെ തന്നെ കുട്ടിയായിരുന്നു. മനസ്സിലായോ? അന്ത്രയോസിൻ്റെ തന്നെ മോനായിരുന്നു. പുള്ളിയുടെ ഭാര്യ പുള്ളിക്ക് മോനോടുണ്ടാക്കിയതാണെന്ന് ഈ 5 അപ്പം. അല്ലെ ഒരു പയ്യൻ തന്നെ ഈ 5 അപ്പം കഴിക്കുമോ? ഒരു കൊച്ചൻ തന്നെ 5 അപ്പം കഴിക്കുമോ? അങ്ങനെ കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ അങ്കിളിനോട് ക്ഷമിക്കണം. ഞാൻ കാൽക്ക വീണ് ക്ഷമ ചോദിക്കുന്നു. ആ കഴിവിൽ ഞാൻ അഭിമാനിക്കുന്നു. പോട്ടെ. എന്നാൽ സാധാരണ ഒരു 2 അപ്പമാണ് ഒരു കുഞ്ഞ് കഴിക്കുന്നത്, അങ്ങേറ്റം പോയാൽ അല്ലേ? ഒപ്പം തന്നെ 3 അപ്പം അന്ത്രയോസിനും 2 കുഞ്ഞിനും. ഞാനിതൊരിടത്ത് ക്ലാസ് എടുത്ത് പോരുക, എന്നാൽ പിന്നെ ഇതിനകത്ത് എഴുതിയാൽ പോരെ, എൻ്റെ ചെറുക്കനുണ്ട്, അങ്ങനെ വിളങ്ങേണ്ട കാര്യമൊന്നുമില്ല, അവൻ്റെ ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ. എന്നാൽ അങ്ങനല്ല. ഈ ബൈബിൾ എഴുത്തുകാരും സ്വന്തം കാര്യം പറയാറില്ല. മനസ്സിലായല്ലോ?
അത് പറഞ്ഞ വലിയ ആത്മീയതയാണ്. പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 36 പേരുടെ പേര്, അതിൽ 19 പ്രമുഖർ, 17 സാധാരണക്കാർ, അരിമത്തയിലെ യോസേഫും നിക്കോദിമോസും ഒക്കെ പോലെയുള്ള വലിയ പുള്ളികൾ, മറ്റേ ലാസറിനെ പോലെയുള്ള, മാർത്തയെ മറിയെപ്പോലെയുള്ള സാധാരണക്കാരുമടക്കം 36 പേരുടെ പേര്. അപ്പോസ്തലന്മാർ 12 പേരിൽ 9 പേരുടെ പേര്, പക്ഷെ ഒരു പേര് വരാതിരിക്കാൻ യോഹന്നാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചു. അത് സ്വന്തം പേരാ. ഈ സുവിശേഷത്തിൽ സ്വന്തം പേര് ഒരാവർത്തി ഇല്ല. പക്ഷേ ആ ഇന്നർ സർക്കിളിലെ ആളാ. പക്ഷെ പറയേണ്ട ചില ഘട്ടമുണ്ട്. അപ്പോഴൊക്കെ യോഹന്നാൻ പറയും, യേശു സ്നേഹിച്ച ശിഷ്യനും അവിടെ ഉണ്ടായിരുന്നു. തീർന്നു. തന്നെക്കുറിച്ച് പറയാൻ നല്ലൊരവസരം യോഹന്നാന് കിട്ടിയല്ലേ. യേശു ഉയർത്തെഴുന്നേറ്റു വന്ന ശ്രുതി പരന്നപ്പോൾ ശിഷ്യന്മാർ ഒന്നടങ്കം ഓടി. പക്ഷേ യുവാവായിരുന്നു കൊണ്ട് മറ്റുള്ളവരെ തോൽപ്പിച്ച് യോഹന്നാൻ പിന്നാലെ പോയി. യോഹന്നാൻ ഓടിച്ചെന്ന് ആദ്യം യേശുവിനെ കണ്ടു. എഴുതിയിട്ടില്ലേ? സ്വന്തം കാര്യമാണ് അത്. യോഹന്നാൻ എഴുതി എങ്ങനെയാണെന്നറിയോ? പിന്നാലെ പോയ ശിഷ്യൻ മുന്നമേ പോയവരെക്കാൾ വേഗത്തിലോടി ആദ്യം ചെന്ന് യേശുവിനെ കണ്ടു. സ്വന്തം കാര്യമാണ്. നമ്മളാണ് എങ്ങനെ എഴുതിയനെ? നിങ്ങളാരും എനിക്കറിയത്തില്ല, ഞാനാണ് എഴുതിയനെ. ഞങ്ങളുടെ ആ ദേശത്ത് എൻ്റെ സമപ്രായക്കാരിന്ന് വിഭിന്നമായി പലരും നിന്ദിച്ച നാട്ടിൽ ഏഴയും പൂഴിയും ചാരവും കൃമിയുമൊക്കെയായ ഈ സാധുവായ എന്നെ ദൈവം മാനിക്കുന്ന വിധങ്ങൾ ഇതൊന്നും എൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പറയുന്നതല്ല. പിന്നെ ദൈവത്തിന് ഫ്രീ ആയിട്ട് കുറേ മഹത്വം കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നോർത്ത് ഞാൻ പറയുന്നതാണ്. ഒന്നാമത് എന്ന് ആദ്യം ചെന്ന് യേശുവിനെ കണ്ടു. നമുക്ക് കുറച്ചു നേരം ദൈവത്തെ ആരാധിക്കാം. നമ്മൾ ശരിയാകത്തിൻ്റെ കാര്യം മനസ്സിലായോ? ഈ 12ാമത് യോഗത്തിലെങ്കിലും അത് പഠിച്ചോണം, എന്താ നമുക്ക് പറ്റിയെന്ന്. പിടി കിട്ടിയോ കാര്യത്തിൻ്റെ കിടപ്പ്? മത്തായി തൻ്റെ സാക്ഷി എഴുതിയിരിക്കുക. ലേവി എന്നൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരുന്നിരുന്നു. മത്തായിയുടെ വേറൊരു പേരാണ്. ലേവി എന്നൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരുന്നിരുന്നു. യേശു പറഞ്ഞു, അതെല്ലാം കളഞ്ഞിട്ട് എൻ്റെ കൂടെ വരാൻ. ഞാനങ്ങ് പോയി. തീർന്നു. പിന്നെ ഒന്നുമില്ല കാര്യം. നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? എൻ്റെ സാക്ഷി ഇന്നും ഇന്നലെ നാളെയൊന്നും പറഞ്ഞാൽ തീരുകയല്ലെന്ന്. പിടി കിട്ടിയോ? ഞാനൊരിക്കൽ എന്നോട് ധാരാളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അതങ്ങ് പറഞ്ഞ് തീർക്ക്, മനസ്സിലേക്ക് കിടക്കണ്ടല്ലോ, അതൊക്കെ പറ, തീരട്ടെ. എന്താ അരിച്ചു കുണിച്ചു വന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ സാക്ഷി ഇന്നലെ ഇന്ന് നാളെ ഒന്നും പറഞ്ഞാൽ തീരുകയല്ലെന്ന്. ഈ തീരാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രസംഗിച്ച് ഒരു പാസ്റ്റർ പ്രസംഗിച്ചു. ഈ ശിംശോൻ വാലോട് വാല് ചേർത്ത് വെച്ച് കെട്ടിയ കുറുക്കൻ്റെ വാലിന് 32 അടി നീളമായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ചെറിയൊരു സഭാഹാളിൻ്റെ നീളമുണ്ട് അവൻ്റെ വാലിനെന്ന്. പാഴ്സനൈൻ്റെ ഒക്കെ നീളം. ഈ സമയം പോകുന്നല്ലോ എന്ന് കരുതി അധ്യക്ഷൻ പുള്ളി ഇങ്ങനെ ഒന്ന് തൊട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു നീളം കൂടിപ്പോണ്ടാണ് തൊട്ടേ. പുള്ളി ഉടനെ പറഞ്ഞു, അതായത് അവരുടെ 32 എന്ന് പറഞ്ഞാൽ നമ്മുടെ 16 അടിയെന്ന് വരും. അവരുടെ നാട്ടിലെ 32 അടി എന്ന് പറഞ്ഞാൽ നമ്മുടെ 16 അടിയെന്ന്. ഒന്നുകൂടെ കിരണ്ടിയപ്പോൾ പറഞ്ഞു, അതായത് നമ്മുടെ 16 അടി എന്ന് പറഞ്ഞാൽ വേറെ ചില സ്ഥലങ്ങളിൽ അത് 8 അടിയേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെയും കിരണ്ടി. വളരെ അവരെ 8 അടി എന്ന് പറഞ്ഞാൽ വേറെ ചില സ്ഥലങ്ങളിൽ 4 അടിയേ ഉള്ളെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കിരണ്ടിയെ പറയാ, ഇനി ഞാൻ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. ഇതുപോലെ സാക്ഷ്യം നീണ്ടങ്ങ് പോലെ 32 അടിയായിട്ടല്ലേ. ചുരുക്കത്തിൽ ദൈവമക്കളെ, ബൈബിൾ എഴുത്തുകാരല്ല ഇങ്ങനെ സ്വന്തം കാര്യം പറയില്ല. ഒന്നുകൂടെ പറഞ്ഞിടം വിട്ടേക്കാം. പൗലൂസ് അനുഭവിച്ച സകല കഷ്ടതകളും കൂടെ നടന്നനുഭവിച്ചൊരു പാവം മനുഷ്യൻ്റെ പേരാണ് ലൂക്കോസ്. പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, നഗ്നത, ആപത്ത്, വാള്, കടലിലെ ആപത്ത്. ഒരു സമയം പോലും പുള്ളി ഇത് പറഞ്ഞില്ല. പറയാതെ പറയാ. പൗലുസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നു. കൂടെ ലൂക്കോസും ഉണ്ട്. നമ്മളും പ്രസംഗിക്കുമ്പോൾ ലൂക്കോസിനെ ഉൾക്കൊള്ളിക്കാതെ പറയുന്നു. ലൂക്കോസ് ഉണ്ട് അവിടെ. ഉപദേശി ഇതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുക. അതാ മാധ്യമപ്രവർത്തകരുടെ കഴിവ്. ഞാൻ കണ്ടുപിടിച്ച എന്താ, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുക, അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ അവിടുന്ന് ത്രോവാസിലെത്തി. അവിടുന്ന് ഞങ്ങൾ ബിഥുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. അവിടുന്ന് ഞങ്ങൾ ഫിലിപ്പിയിലേക്കും. ഞങ്ങൾ
രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഞങ്ങൾ ഇവിടെ കിട്ടിയോ? കാലമേറെ കഴിഞ്ഞ് പൗലോസ് പറയാ, വൈദ്യനായ പ്രിയ ലൂക്കോസും എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഒരു തവണ പറഞ്ഞോ, ഞാനാണിതെല്ലാം പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറും താഴെ കൊടുത്തേനെ. പലവട്ടം പട്ടിണി, ഉറക്കളപ്പ്, അതിന് വേറൊരു ബാങ്കിലെ അക്കൗണ്ട് നമ്പർ, ആപത്തിന് വേറൊരിടത്തെ, നഗ്നതയ്ക്ക് വേറൊരിടത്തെ, ഓരോന്നിനും കൊടുക്കും ഓരോ അക്കൗണ്ട്. നമ്മൾ ശരിയാകത്തിൻ്റെ കാര്യം പിടിയിട്ടിയോ? അപ്പം നമുക്ക് നിർത്താം. ദൈവമക്കളെ, യേശുവിനറിഞ്ഞ ഈ ഗലീലിയക്കാരൻ നേരെ ചെന്നിട്ട് തൻ്റെ സഹോദരനെ വിളിച്ചു. അവനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടു കൊടുക്കുമ്പോൾ യേശു തൻ്റെ അഭൂതപൂർവമായ പ്രവൃത്തിക്ക് തിരഞ്ഞെടുത്ത 12 ഭൂരിപക്ഷം ആളുകളും ഇവിടുത്തുകാർ. എന്നിട്ട് അവരോട് പറയാം, മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അവർക്ക് അന്ന് ആദ്യമായി മനസ്സിലായി, കഴിച്ച ഭക്ഷണത്തിൻ്റെ ശക്തിക്കപ്പുറത്ത്, ആർജിച്ച അറിവിൻ്റെ അക്ഷരത്തൂക്കങ്ങൾക്കപ്പുറത്ത്, പരമ്പരാഗത ബോധങ്ങൾക്കപ്പുറത്ത്, എല്ലാ അതിരുകളെയും ഭേദിക്കാൻ കഴിയുന്ന അത്യന്ത ശക്തിയുടെ മറ്റൊരു വ്യാപാരമുണ്ട്. ആ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ സാക്ഷ്യം വഹിപ്പാൻ ഈ 3 രാത്രികളിൽ യേശുവിൻ്റെ വചനം കേട്ടവർക്ക് സാധിക്കട്ടെ. ഈ ചൈതന്യം നമ്മളെ വിട്ട് പിരിയാത്ത ആ ദൈവശക്തിയുടെ സംഭരണശാലകളായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മാറട്ടെ. ഈ പട്ടണത്തിൽ എനിക്ക് നിന്നെക്കൊണ്ട് വളരെ ആവശ്യമുണ്ട്, വളരെ പ്രയോജനപ്പെടുത്തുമെന്ന് തിരുവചനം പറയും പോലെ ഈ ശക്തി ലഭിച്ചാൽ ഭാഷയുടെ പരിമിതിയില്ല, മറ്റൊരു പരിമിതിയുമില്ല. നമ്മെ അവൻ ഉപയോഗിക്കാൻ പോകുന്ന ആ രംഗമെന്നോർത്താട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി, ഇത് പറയുമ്പോൾ കേട്ട മനുഷ്യൻ്റെ പക്കൽ ഒരു നാണയത്തൊട്ടില്ല, സഞ്ചരിക്കാനൊരു കാളയോ കഴുതയോ കുതിരയോ സ്വന്തമില്ല. 12 പേരെ അണിനിരത്തി നിർത്തിയിട്ട് പറയുക, ഭാഷയറിയാത്ത, പണം കയ്യിലില്ലാത്ത, സ്വന്തം വാഹനമില്ലാത്ത 12 പേരെ നിരത്തി നിർത്തി പറയുക, നീയാ ഭൂമിയുടെ അറ്റം വരെ പോകുന്നത്. ദൈവദാസനെ, ആ ശൂന്യമായ കരങ്ങൾ നോക്കി, ശൂന്യമായ പോക്കറ്റുകൾ നോക്കി, ഒഴിഞ്ഞ ജീവിത ചുറ്റുപാടുകൾ നോക്കി ലോകം പറയും നീ പരാജയപ്പെട്ടു. അപ്പോഴൊക്കെ യേശു പറഞ്ഞു, നോ, ഭൂമിയുടെ അറ്റം വരെ നീയാ പോകുന്നേ. ആർക്കും തടയിടാനാവാത്ത വിധത്തിൽ, ആർക്കും മതിലുകൾ കെട്ടാനാവാത്ത വിധത്തിൽ നിന്റെ വഴിയെ ഞാൻ സുഗമമാക്കുന്ന ദൈവമാ. ആർക്കും നിന്റെ മുമ്പാകെ ഉറച്ചു നിൽക്കാൻ കഴിയാതെ നിന്റെ അന്തരംഗങ്ങളിൽ എൻ്റെ ബോധം നിറയ്ക്കുന്നവനാ ഞാൻ. ഈ ശക്തിയോടെ, ഈ ബലത്തോടെ നീ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ആർക്കും നിന്റെ വഴിയടക്കാൻ സാധിക്കയില്ല. അതിന് പ്രായം തടസ്സമല്ല, രോഗം തടസ്സമല്ല. പകലിനും എഴുതിത്തള്ളാൻ തുടങ്ങിയിടത്ത് നിന്ന് ഞാൻ ജീവിതം ആരംഭിക്കാൻ പോകുകയാ. ഇവിടെ കൊണ്ട് ഞാൻ തീർന്നുവെന്ന് വിധി എഴുതിയവരുടെ നടുവിൽ നിന്ന് ഞാനിതാ തുടങ്ങാൻ പോകുകയാ. ഈ ദിനങ്ങളിൽ കേട്ട ദൈവവചനം ഈ പുതിയൊരു സമർപ്പണത്തിന് ആരെയെങ്കിലും പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ രാത്രി തിരുവെഴുത്ത് കേൾക്കുന്നവരെ പുതിയ ചിലത് കർത്താവിനായി ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നമ്മുടെ അന്തരംഗത്തെ പഠിപ്പിക്കാം ആ ഒരു വലിയ ബോധം, ആ ഒരു വലിയ ചിന്ത. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ശാരീരിക അസ്വസ്ഥയിലായിരുന്നു. ഇപ്പോഴും ന്യായമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയാത്തതിൻ്റെ കാര്യം, ആൾക്കാർ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നമുക്ക് രോഗം വന്നാൽ മതി, പിന്നെ ആദരാഞ്ജലികളായിരിക്കും എഴുതുന്നത്. ഇതുകൊണ്ടാണ്. പക്ഷേ ഞാൻ സന്തോഷത്തോടെ ഓർക്കാറുണ്ട്, അത്യാവശ്യത്തിന് ശത്രുക്കളൊക്കെ ശരീരത്തിലുണ്ടെങ്കിലും ഈ പ്രസംഗിക്കാൻ നിന്ന എനിക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ കർത്താവിനെ പഠിപ്പിച്ച പാഠം, നമുക്ക് രോഗമില്ലാതിരിക്കണമെങ്കിൽ എപ്പോഴും അങ്ങ് പ്രസംഗിച്ചോണം. അതേ ഉള്ളൂ നമ്മുടെ മുമ്പുള്ള വഴി. അച്ഛാ എപ്പോഴും അങ്ങനെ പാടിക്കോണം, അതേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള വഴി. അതുകൊണ്ട് എന്നോട് ചോദിക്കുക, എന്താ ജീവിതത്തിൽ വലിയ ആഗ്രഹം? ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ട്, കർത്താവേ, കിടന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും അന്ത്യനിമിഷത്തിലും വെള്ളം ചോദിച്ചു മരിക്കാനല്ല ആഗ്രഹം, നീയാണ് രക്ഷകനെന്ന് ലോകത്തോട് പറയണം. കുടിവെള്ളം പോലും കിട്ടാതെ പോകട്ടെ, പരിരക്ഷകളൊന്നും കിട്ടാതെ പോകട്ടെ, നമുക്കൊപ്പം ഇറങ്ങിത്തിരിച്ചവർ വെട്ടിപ്പിടിച്ച സാമ്രാജ്യമൊന്നും നമുക്കും പിടിച്ചെടുക്കാൻ കഴിയാതെ പോകട്ടെ.
മക്കളെ ഉദ്ദേശ നിലയിലൊന്നും അയക്കാൻ കഴിയാതെ പോകട്ടെ, വലിയ അഭിവൃദ്ധിയൊന്നും ഈ കൺമുമ്പിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മെ ആളുകൾ പിന്നോട്ടടിക്കുമ്പോഴൊക്കെ അതാണ് ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത്. നടുവിൽ പറയണം, യേശു മാത്രം രക്ഷകൻ എന്ന് പറയുന്ന തലമുറയെ കണ്ടു മരിക്കണം. യേശുവിലൂടെ മാത്രം രക്ഷകെന്ന് ഉലകത്തെ പഠിപ്പിക്കുന്നവരെ കണ്ടു മരിക്കണം. അവസാന നിമിഷത്തിലും പറയണം, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ശാശ്വതമായ ആ നാമമാണ് നമ്മുടെ അവകാശം. ആ നാമത്തിന്റെ അധികാരത്തിലാണ് ഞാനും നിങ്ങളും ഈ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ രാത്രി ഈ ഓഡിറ്റോറിയം വിട്ടുപോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ പഠിപ്പിക്കാം, ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രസംഗം ഇനി ചെയ്യാനിരിക്കുന്നതാ, എഴുതിയതിൽ ഏറ്റവും വലിയ പാട്ട് ഇനി എഴുതാനിരിക്കുന്നതാ, കാണാനിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇടം ഞാൻ പോകാനിരിക്കുന്നതാ. എഴുതിത്തള്ളുന്ന ഇടത്ത് നിന്ന് പെന്തക്കോസ്തിൻ ശക്തി ഇരട്ടി ബലത്തോടെ, ഇരട്ടി കൃപയോടെ, 10 മടങ്ങ് ശക്തിയോടെ ഇനിയും പ്രവർത്തന സജ്ജമാകും. എല്ലാ കണ്ണുകളും അടച്ചട്ടെ, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കട്ടെ. ഈ 3 രാത്രികളുടെ യോഗം കൊണ്ട് സമർപ്പണ സന്നദ്ധത കൈവന്നവർ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാകാം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാകാം, സുവിശേഷ വേലയിലായിരിക്കുന്നവരാകാം, ഏത് ഘട്ടത്തിലും എനിക്കെൻ്റെ യേശുവിനായി നിൽക്കണം. അന്ത്രയോസിൽ വ്യാപരിച്ച ദൈവകൃപയോടെ യേശുവിനെ പരിചയപ്പെടുത്തണം. ഈ ബോധ്യനിമിത്തം കേൾക്കപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമർപ്പണം സന്നദ്ധിച്ചിതാട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏതളവിലും പ്രാർത്ഥനയ്ക്ക് സജ്ജരാകട്ടെ. ആ വലിയ ആത്മീയ അന്തരീക്ഷവും ഹൃദയാന്തർഭാഗത്തെ ആ അനുഭവവും ദൈവസന്നിധിയിൽ നമുക്ക് സഹിക്കാം. കർത്താവ് തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്തദാസന്മാരോട് നിർവഹിക്കും. ദൈവവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.